ദൈവം ഏൽപ്പിച്ച ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അതിനാധാരമായിട്ട് നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വാചകം. എനക്ക് നന്മയുണ്ടാക ഇதை നിനൈത്തരുളും. വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. നെഹമ്യാവ് ദൈവത്തോട് പറയുന്ന ആ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയോടുകൂടിയാണ് ആ പുസ്തകം അവസാനിക്കുന്നത്. അപ്പം ആ പുസ്തകം അവസാനിക്കുമ്പോൾ താൻ പറയുന്ന അവസാനത്തെ വാചകം എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്നാണ്. നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നന്മയ്ക്കായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റത്തുള്ളൂ നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന്. ചുമ്മാതെ ഒന്നും ചെയ്യാതെ ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ഓർക്കണമേ എന്ന് പറയാൻ ഒക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ഇന്ന് പകൽ നെഹമ്യാവ് ചെയ്തത് എന്താണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാണ്. എന്താണ് നെഹമ്യാവ് ചെയ്തത്? ആ കൂട്ടത്തിൽ നെഹമ്യാവ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അതിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് ചിന്തിച്ച് പല കാര്യങ്ങൾ ഒന്ന് ധ്യാനിക്കുവാൻ പോകുകയാണ്. അപ്പം ദൈവം നന്മയ്ക്കായിട്ട് ഓർക്കുന്ന ദൈവമാണ്. ദൈവനാമത്തിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ട് ദൈവം ഓർക്കും. ഒരു കാര്യം ഓർത്തോണം, ഇവിടെ നന്മയ്ക്കായിട്ട് ഓർക്കണം എന്ന് നെഹമ്യാവ് പറയുമ്പോൾ അത് ദൈവത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവജനത്തിനു വേണ്ടി ദൈവനാമത്തിനു വേണ്ടി ഒക്കെ ചെയ്തതിനെയാണ് നെഹമ്യാവ് പറയുന്നത്. അല്ലാതെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതിനെ അല്ല ഇവിടെ പറയുന്നത്. ദൈവജനത്തിനു വേണ്ടി ദൈവനാമത്തിനു വേണ്ടി ചെയ്തതൊക്കെ ഓർക്കുമ്പോഴാണ് അത് ആ ചെയ്തതെല്ലാം കൂടെ ദൈവസന്നിധിയിൽ പറഞ്ഞാണ് ഓർക്കണമേ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ 6 പ്രാവശ്യം ആ വാക്ക് അർത്ഥം വരുന്ന, അതായത് ഞാൻ ചെയ്തത് ഓർക്കണമേ അല്ലെങ്കിൽ ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് പറയുന്ന അർത്ഥത്തിൽ ഉള്ള 6 പ്രാവശ്യം നെഹമ്യാവ് ദൈവത്തോട് അങ്ങനെ പറയുന്നുണ്ട്. 6 പ്രാവശ്യവും വ്യത്യസ്തമായ ഓരോ കാര്യങ്ങളിലാണ് ദൈവത്തോട് നെഹമ്യാവ് അത് പറയുന്നത്. സമയമുണ്ടെങ്കിൽ നമ്മൾ ആ 6 കാര്യങ്ങളും ഒന്ന് ചിന്തിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് നെഹമ്യാവ് ഇത് തുടങ്ങിയത് എവിടുന്നാണ് എന്ന് നമ്മളൊന്ന് നോക്കാൻ പോകുകയാണ്. അവിടെ നിന്ന് നമുക്ക് താഴോട്ട് ഓരോ ഭാഗങ്ങൾ ചിന്തിച്ച് ഞാൻ വരാം. അപ്പോൾ ആ കൂട്ടത്തിൽ നിങ്ങൾക്കുള്ള വ്യക്തിപരമായ ദൂതുകൾ ദൈവം അതിനകത്ത് തരും. നമുക്കത് തുടങ്ങുന്നത് എവിടെ നിന്നാണെന്ന് നോക്കാം. 1-ാം അധ്യായത്തിലേക്ക് പോകാം. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ആദ്യം നമുക്ക് വായിക്കാം. 4-ാമത്തെ വാക്യം. മതി. അപ്പോൾ ഇവിടെ ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ദുഃഖിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ് നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അങ്ങനെയാണ് ആ പുസ്തകം അവിടെ തുടങ്ങി വരുമ്പോൾ തന്നെ നെഹമ്യാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉപവസിക്കുന്ന ഒരു നെഹമ്യാവിനെയാണ്. ഉപവാസത്തോടുകൂടെ തുടങ്ങുന്ന നെഹമ്യാവ് മുമ്പേ നമ്മൾ വായിച്ചതുപോലെ അത് ആ പുസ്തകം അവസാനിപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് ദൈവത്തോട് പറയുകയാണ്. ഇത് എനിക്ക് നന്മയ്ക്കായിട്ട് എന്നെ
ഓർക്കണമേ എന്ന് പറയുകയാണ്. ഇന്ന് പകൽ ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഉപവസിക്കുന്ന ഒരു ദൈവ പൈതൽ ഉണ്ടെങ്കിൽ ആ ദൈവ പൈതലിന് ദൈവത്തോട് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും, എന്നെ ഓർക്കണമേ എന്ന് പറയുവാൻ കഴിയും. അങ്ങനെയുള്ളവരെ മറക്കുന്നവരല്ല എൻ്റെ ദൈവം. ഇന്ന് പകലി 35-ാമത്തെ ദിവസവും ഇവിടെ വന്നിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഉപവാസത്തോട് ആമേൻ, ഭക്ഷണം വെടിഞ്ഞോ വെടിയാതെയോ പൂർണ്ണമായോ ഭാഗികമായോ ഇന്ന് പകൽ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ ഉപവാസം കഴിയുമ്പോൾ ദൈവത്തോട് പറയാൻ പറ്റും, ദൈവമേ എനിക്കിത് നന്മയ്ക്കായിട്ട് ഓർക്കണമേ എന്ന് പറയത്തക്കവണ്ണം ചില ദൈവ പ്രവർത്തികൾ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യുമെന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ ഒരു ദൂതായി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകാം. എന്താണ് നെഹമ്യാവ് ഇവിടെ ഉപവസിക്കുവാൻ കാരണം എന്ന് നമുക്കറിയാം. എനിക്കറിയാം, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഒരു പക്ഷെങ്കിൽ ഈ 35 ദിവസത്തിനകം ആരെങ്കിലും ദൈവദാസന്മാർ ഈ വേദഭാഗത്തു നിന്ന് പറഞ്ഞു കാണും. കാരണം നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിൽ പൊതുവെ നെഹമ്യാവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാതെ പോയാൽ ആ ഉപവാസം പൂർത്തിയാകത്തില്ലെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഇതിനോടകം പറഞ്ഞു കാണും. എങ്കിലും ഞാനും ഇന്ന് പകൽ അതിനോട് ചേർന്ന് ഉപവസിക്കുന്ന ദൈവ പൈതലിനുണ്ടാകുന്ന നേട്ടം എന്താണെന്നൊന്ന് പറയാൻ പോകുകയാണ്. ഉപവസിക്കുന്ന ദൈവമക്കൾ ഭക്ഷണമൊക്കെ വെടിഞ്ഞും അല്ലാതെയും ദൈവസന്നിധിയിൽ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ജോലിയൊക്കെ ഒഴിവാക്കി ഇവിടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ മറക്കുന്നവനല്ല എൻ്റെ ദൈവം. അങ്ങനെയെങ്കിൽ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് അവർ കടന്നു പോകുന്ന അനുഭവങ്ങൾ എന്ന് ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുവാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു. അതിനുശേഷം നാം മുമ്പേ ഞാൻ പറഞ്ഞ പോലെ സമയത്തിൻ്റെ പരിധി അനുസരിച്ച് 6 കാര്യങ്ങൾ നമുക്ക് നെഹമ്യാവ് ഓർക്കണമേ എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള 6 കാര്യങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം. എങ്കിലും നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. ഒന്നാമത്തേത്, ഈ ഉപവസിക്കുന്ന മക്കൾക്ക് ദൈവത്തിൽ നിന്നുണ്ടാകുന്ന ഒന്നാമത്തെ കാര്യം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ് കിടക്കുന്നത്. ഉപവസിക്കുന്നവർക്ക് இந்த மனிதனுக்கு முன்பாக எனக்கு இரக்கம் கிடைக்கும்படி. അപ്പൊ അത് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്ന കാര്യമാണ്. എനിക്ക് കൃപ ലഭിക്കേണ്ടതിന് ഈ മനുഷ്യന്റെ മുൻപ് ഇന്ത മനുതൻ എന്നവിടെ പറയുന്നത് ആ രാജാവിൻ്റെ കാര്യമായി പറയുന്നത്, അവിടുത്തെ രാജാവിൻ്റെ കാര്യമാണ്. ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ പശ്ചാത്തലത്തിലോട്ടൊക്കെ നിൽക്കാത്തത്. നെഹമ്യാവ് ഉപവസിക്കാനുള്ള കാരണം എന്താണ് എന്നെല്ലാം നിങ്ങൾക്കറിയാം. യെരുശലേമിൻ്റെ അവസ്ഥകളെ കേട്ടിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ നെഹമ്യാവ് ആ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടായി. ആ ദുഃഖത്തോടു കൂടിയാണ് നെഹമ്യാവ് ഉപവസിക്കാനായിട്ട് ദൈവസന്നിധിയിൽ തീരുമാനിച്ചത്. ഓർക്കണം, നെഹമ്യാവ് ചുമ്മാതെ ജോലിയില്ലാതിരിക്കുന്ന ഒരു മനുഷ്യനല്ല. അവൻ രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് ഇരിക്കുന്നയാളാണ് നെഹമ്യാവ്. ഈ പാനപാത്രവാഹകൻ എന്നൊക്കെ പറഞ്ഞാൽ രാജാവ് ഏറ്റവും വിശ്വസിക്കുന്ന ഒരാളെയാണ് പാനപാത്രവാഹകൻ ആക്കുന്നത്. രാജാവ് ഏറ്റവും വിശ്വസിക്കുന്ന ഒരാൾ. കാരണം അവരുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അടുക്കളയിൽ രാജാവിനുണ്ടാക്കുന്ന വീഞ്ഞ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന വീഞ്ഞ്, ആ വീഞ്ഞ് രാജാവിന് വിളമ്പിക്കൊടുക്കുന്നതിന് മുൻപ് ആദ്യം ഇവരത് ടേസ്റ്റ് ചെയ്ത് നോക്കണം, ഇവരത് കുടിച്ചു നോക്കണം. ഇവരത് കുടിച്ചിട്ട്
ഇതിനൊരു കുഴപ്പവും ഇല്ലെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ ഈ വീഞ്ഞ് പിന്നെ രാജാവിന് കൊടുക്കത്തുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ വീഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വീഞ്ഞിനകത്ത് ഇച്ചിരി വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ, ഇവരിത് കുടിക്കുമ്പോൾ ഇവരന്നേരെ മരിക്കും. അവര് മരിച്ചു കഴിഞ്ഞാൽ, അല്ല ഇനിയും വിഷം അല്ല വേറെ എന്തെങ്കിലും അതിനകത്ത് ഇച്ചിരി വിമ്മിട്ട് വെച്ചെന്നിരിക്കട്ടെ, വിമ്മിൻ്റെ പൊടിയിട്ട് കലക്കി കൊടുത്തെന്നിരിക്കട്ടെ, വിമ്മിൻ്റെ പൊടിയിട്ട് കലക്കി കൊടുത്താൽ എന്തോ സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയാം, ഇല്ലയോ? അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നാൽ അത് പിന്നെ രാജാവിന് കൊടുക്കത്തില്ല ആ വീഞ്ഞ്. അപ്പം ഈ വീഞ്ഞിന് ഒരു കുഴപ്പവുമില്ലെന്ന് ഇവർ കുടിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ഈ കുടിച്ചവർക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് തെളിഞ്ഞെങ്കിൽ മാത്രമേ ആ വീഞ്ഞ് രാജാവിന് കൊടുക്കൂ. അപ്പം ചുരുക്കി പറഞ്ഞാൽ, ഇവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ടാണ്, അപായപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ രാജാവിന് വേണ്ടി ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളവരെ, അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നവരെ മാത്രമേ ഈ ജോലി ഏൽപ്പിക്കത്തുള്ളൂ. എല്ലാവരെയും ഒന്നും ഇത് ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അവരുടെ ജീവൻ അവര് രാജാവിന് വേണ്ടി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു ജോലിയായി നെഹമ്യാവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ല ചുമ്മാതെ കൊട്ടാരത്തിൽ ഇരിക്കുന്ന ഒരാളല്ല. അപ്പൊ അങ്ങനെ ജോലി ചെയ്യുന്ന നെഹമ്യാവ് ഈ യെരുശലേമിലെ വാർത്ത കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ടായിട്ട് അവൻ ഉപവസിക്കുവാൻ തുടങ്ങി. അതിൻ്റെ ഇടയിലും അവൻ ജോലി ചെയ്യുന്നുണ്ട്. ജോലി ചെയ്തുകൊണ്ടാണ് അവൻ ഉപവസിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ ഇന്ന് പകലും ഇവിടെയും അങ്ങനെയുള്ളവർ കാണാം, ജോലി ചെയ്തുകൊണ്ട് ഉപവസിക്കുന്നവർ കാണാം. അതിൻ്റെ ഇടയിൽ വന്ന് കുറച്ചു നേരം ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ, കുറച്ചു നേരം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ സമയം ചെലവഴിക്കുന്നവർ. ഇന്ന് പകൽ ഞാൻ പറയാം, അങ്ങനെയൊക്കെ ത്യാഗത്തോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അത് മറക്കുവാൻ അനീതിയുള്ളവനല്ല എൻ്റെ ദൈവം. ദൈവം അതിന് നിങ്ങൾക്ക് പ്രതിഫലം തന്നിരിക്കും. അതിൻ്റെ വിടുതൽ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ദൈവം തന്നിരിക്കും എന്നുള്ളതിന് സംശയമില്ല. അങ്ങനെ മാനിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ദൈവം നയിക്കട്ടെ. അപ്പം ഇങ്ങനെ ഈ രാജാവിൻ്റെ അടുക്കൽ ഇവൻ വന്ന്, ഇവൻ ഈ ഉപവാസത്തോടുകൂടെ ഇവൻ വളരെ വേദനയോടെ, ഹൃദയത്തിലുള്ള വേദനയോടുകൂടിയാണ് ഇവൻ രാജാവിൻ്റെ മുൻപിൽ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇവനെ കണ്ട രാജാവിന്, ഇവനെ കണ്ടപ്പോൾ രാജാവിനൊരു കാര്യം മനസ്സിലായി. ഇവൻ്റെ അവസ്ഥകളെല്ലാം കണ്ടപ്പോൾ നോക്കിക്കേ, അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം ഒന്ന് നോക്കിക്കേ. 2-ാം അധ്യായത്തിൻ്റെ 2-ാം മതി, നിൽക്കട്ടെ. അപ്പൊ നോക്കണം, ഇവൻ, ഞാൻ പറഞ്ഞല്ലോ, ഇവൻ എന്നും രാജാവിൻ്റെ മുൻപിൽ നിൽക്കുന്നവനാ. എല്ലാ ദിവസവും ഇവൻ പോകണം. കാരണം രാജാവ് എപ്പോഴാ വീഞ്ഞ് ചോദിക്കുന്നെന്ന് അറിയത്തില്ല. അപ്പം രാജാവ് വീഞ്ഞ് ചോദിക്കുന്ന ഉടനെ അത് പാത്രത്തിലൊഴിച്ച് രാജാവിന് കൊടുക്കണം. അവിടെ ടെസ്റ്റ് ചെയ്ത്, ഇവൻ കുടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന വീഞ്ഞ് രാജാവ് എപ്പോൾ ചോദിക്കുന്നു അന്നേരം രാജാവിന് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ എന്നും രാജാവിൻ്റെ മുഖം കാണുന്നവനാ നെഹമ്യാവ്. എന്നും രാജാവിൻ്റെ മുഖം കാണുന്നവനാ. രാജാവും ഇവനെ എന്നും കാണുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇവനെ കണ്ട രാജാവ് നോക്കിയപ്പോൾ, ഇവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു ദുഃഖം ഇവൻ്റെ മുഖത്ത് രാജാവ് കണ്ടു. ആ രാജാവ് ആ ദുഃഖം കണ്ടിട്ട് അന്നേരം തന്നെ ഇവനോട് ചോദിക്കുക, നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നത്? നിന്റെ മുഖം എന്താ? നീ എന്താ ദുഃഖിച്ചിരിക്കുന്നത്? എന്നിട്ട് രാജാവ് ഒരു വാചകം കൂടെ പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഇത് നിനക്ക് വ്യാധിയൊന്നുമുള്ള ദുഃഖമല്ല ഈ കാണുന്നത്, നിനക്ക് ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ടല്ല ഈ കാണുന്നത്, പക്ഷേ നിന്റെ മനസ്സിനകത്തെ ദുഃഖമാണെന്ന് ഇവൻ അങ്ങോട്ട് പറയാതെ രാജാവിന് തിരിച്ചറിയാൻ പറ്റി. ഞാനൊരു ദൂത് പറയാം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് നിങ്ങളുടെ അടുത്തിരിക്കുന്നവരെ കണ്ടപ്പോൾ
നിങ്ങൾ ചിരിച്ചോണ്ട് പ്രൈസ് ദി ലോർഡ് പറഞ്ഞു, സ്തോത്രം പറഞ്ഞു. നിങ്ങളുടെ പാസ്റ്ററെ കണ്ടപ്പോൾ നിങ്ങൾ ചിരിച്ചോണ്ട് സ്തോത്രം പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇവിടെ വന്നിരുന്നും നിങ്ങൾ പല പ്രാവശ്യം ചിരിച്ചു കാണും ഇതിനോടകം. പക്ഷേ ആ ചിരിയുടെ അകത്തും അതിൻ്റെ ഇടയിലും നിങ്ങളുടെ അകത്തൊരു ദുഃഖമുണ്ടെങ്കിൽ അതിവിടെ നിൽക്കുന്ന എനിക്കോ പാസ്റ്റർക്കോ തിരിച്ചറിയാൻ പറ്റത്തില്ലെങ്കിലും അതറിയാൻ കഴിയുന്ന ഒരു രാജാവ് ഇന്ന് പകൽ ഇവിടെയുണ്ട്. നിങ്ങളുടെ അകത്തെ വേദന എന്താണെന്ന്, അത് ശരീരത്തിൻ്റെ വേദനയാണോ, മനസ്സിൻ്റെ വേദനയാണോ, ആത്മാവിൻ്റെ വേദനയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രാജാവിൻ്റെ മുൻപിലാ ഇന്ന് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ, വേദനയോടെ, ദുഃഖത്തോടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇന്ന് പകൽ പറയാം, നിങ്ങൾ രാജാവിൻ്റെ മുൻപിൽ വന്നത് വെറുതെയായി പോകത്തില്ല. അത് കാണാതെ പോകുന്ന രാജാവല്ല എൻ്റെ രാജാവ്. ഇന്ന് രാജാതി രാജാവും കർത്താതി കർത്താവും ആമേൻ സർവശക്തനുമായ കർത്താവ് ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. ആ കർത്താവ് നിങ്ങളുടെ അവസ്ഥയെ നന്നായി അറിയുന്നുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പറ്റത്തില്ല, ഇവിടെ നിൽക്കുന്ന ഞങ്ങൾക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ അതറിയാൻ കഴിയുന്ന ഒരു രാജാവ് ഇന്ന് പകൽ നിങ്ങളുടെ അടുക്കലുണ്ട്. വേറെ ആരോടും നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ആ രാജാവിനോട് നിങ്ങളുടെ ദുഃഖം നിങ്ങൾ ആ ഇരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ടൊന്ന് പറഞ്ഞാലും മതി. ചിലപ്പോൾ എല്ലാം ഒന്നും എല്ലാവരോടും പറയാൻ പറ്റത്തില്ല, പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. അവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കിയെന്നിരിക്കും. അതുകൊണ്ട് ആരോടും പറയാൻ പറ്റത്തില്ലെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരിടമുണ്ട്, അത് ആ രാജാവിൻ്റെ അടുക്കല. ആ രാജാവ്, അപ്പോൾ ലോകത്തിലെ ഒരു രാജാവിന് താൻ എന്നും കാണുന്ന ഒരു മനുഷ്യന്റെ വേദന മനസ്സിലാക്കാൻ പറ്റിയെങ്കിൽ, ഞാൻ ഓർത്തു എൻ്റെ സ്വർഗത്തിലെ രാജാവിന് എന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന രാജാവ്. ഇവന് ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ ഇവനെ രാജാവ് കാണുന്നത്. ഇവനല്ലാതെ വീട്ടിൽ പോയിരുന്ന് വിശ്രമിക്കുമ്പോൾ ഈ രാജാവ് ഇവനെ കാണുന്നില്ല. രാജാവിൻ്റെ മുൻപിൽ ഇവൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളൂ രാജാവ്, പക്ഷെ അതെന്നും കാണുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു, ഞാൻ എവിടെ പോയാലും ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കിടക്കുന്നതും എല്ലാം അറിയുന്ന ഒരു രാജാവ് ഉള്ളപ്പോൾ എന്തിനാ ദൈവ പൈതലെ നീ വിഷമിക്കുന്നത്? എന്തിനാ ദൈവമക്കളെ നിങ്ങൾ ഭാരപ്പെടുന്നത്? വേറെ ആരും നിങ്ങളുടെ സങ്കടം കണ്ടില്ലെങ്കിലും നിങ്ങളുടെ സങ്കടം കാണുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ ഈ രാജാവിൻ്റെ മുൻപിൽ ഇവൻ നിൽക്കുകയാണ്. ഇവൻ ഇങ്ങനെ ഈ രാജാവിൻ്റെ മുൻപിൽ ഇവന്റെ മനസ്സിൽ, അപ്പം ഇവൻ ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവൻ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, ദൈവമേ, എനിക്ക് ഈ രാജാവിനോട് ചെന്ന് ഈ കാര്യം പറയാൻ അത്ര എളുപ്പമല്ല. ഞാൻ എന്നും രാജാവിനെ കാണുന്നവനൊക്കെയാ, പക്ഷേ എനിക്ക് എപ്പോഴും പെട്ടെന്നൊന്നും ചെന്ന് ഇങ്ങനെയുള്ള കാര്യമൊന്നും ചെന്ന് പറയാൻ പറ്റത്തില്ല. അയാൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്, അയാൾ എന്ത് മറുപടിയാ തരുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ അങ്ങേരുടെ ഹൃദയത്തിൽ കൃപ തോന്നിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ദൈവമേ അങ്ങ് എനിക്ക് വേണ്ടി ചെയ്യണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ഉപവസിക്കുന്നവൻ ദൈവത്തോട് പറയുകയാണ്, ചിലരുടെ ഹൃദയങ്ങൾക്കകത്ത് എനിക്ക് വേണ്ടി കൃപ തോന്നിപ്പിക്കണമേ. ഞാൻ അടുത്തൊരു ദൂത് അവിടുന്ന് പറയുകയാ, ഇന്ന് പകൽ ഇവിടെ ഉപവസിക്കുന്ന ചിലർക്ക് വേറെ ചിലരുടെ ഉള്ളത്തിൽ നിങ്ങളോട് കൃപ തോന്നുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം അവരുടെ മനസ്സിനെ രൂപപ്പെടുത്തുമെന്ന് ഈ പകലിൽ വിശ്വസിച്ചു. എനിക്കറിയത്തില്ല ആരോടാണെന്ന്, എനിക്കറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും നിങ്ങളോട് കഠിനമായിട്ട് ഇടപെടുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങളുടെ അയൽവാസികളായിരിക്കാം നിങ്ങളോട് കഠിനമായിട്ട് ഇടപെടുന്നത്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തുള്ളവരായിരിക്കാം നിങ്ങളോട് കഠിനമായിട്ട് ഇടപെടുന്നത്. മറ്റേതെങ്കിലും നിലയിലായിരിക്കാം. പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയാം, നിങ്ങൾ ഉപവസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് കർത്താവേ, അവരുടെ ഉള്ളത്തിൽ എന്നോട് കൃപ തോന്നുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കണമേ എന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഹൃദയം തകർന്ന ഒരു വാക്ക് ദൈവത്തോടൊന്ന് പറ.
പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ പ്രാർത്ഥന കഴിയുന്നതിന് മുൻപേ ദൈവം അവരുടെ ഉള്ളത്തിനകത്ത് പ്രവർത്തിച്ചിരിക്കും. ചില മേഖലകളില് ചില കഠിന ഹൃദയങ്ങളെ ദൈവം ആമേൻ അഴിച്ചു മാറ്റുവാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന, നിങ്ങൾക്ക് എതിരായി നിൽക്കുന്ന ചിലരുടെ ഹൃദയങ്ങളെ എൻ്റെ ദൈവം ആമേൻ മൃദുലപ്പെടുത്തുവാൻ, സോഫ്റ്റ് ആക്കുവാൻ ഇന്ന് പകൽ അഴിയട്ടെ. ആത്മാവിന്റെ പ്രവൃത്തിയാൽ ചിലരുടെ ഹൃദയങ്ങൾ ഇന്ന് പകൽ അഴിയട്ടെ. ഓ റൗഷേഖേബലെ, ദൈവജനത്തിന് വിരോധമായി, ദൈവസഭയ്ക്ക് തടസ്സമായി, ദൈവസഭയ്ക്ക് വിരോധമായി നിൽക്കുന്ന ആമേൻ ചിലരുടെ ഹൃദയങ്ങൾ ഇന്ന് പകൽ മെഴുകുരുകുന്നത് പോലെ ഉരുകട്ടെ. താങ്ക് യു ലോർഡ്. അപ്പം കൃപ തോന്നിപ്പിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നെഹമ്യാവ് പ്രാർത്ഥിച്ചു. അങ്ങനെ നമ്മൾ താഴോട്ട് പിന്നെ വായിക്കുമ്പോൾ നമുക്കറിയാം, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം കൃപ തോന്നിപ്പിച്ചു. 2-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഇനി അടുത്തത് என் தேவனின் கை என்மேல் இருந்ததினால் ராஜாவு அதுக்கு கட்டளையிட்டார். பாருங்க, தேவனுடைய கை என்மேல் இருந்ததினால், ஜெபிக்கிற நெஹம்யாவின் மேல், ഉപവസിக்கிற நெஹம்யாவின் மேல் தேவனின் கை അവനുക്ക് അനുകൂലമായി, അവൻ അനുകൂലമായിട്ട് ദൈവത്തിൻ്റെ കൈ അവന് വേണ്ടി വന്നു. ദൈവത്തിൻ്റെ കൈ ഉപവസിക്കുന്നവന് വേണ്ടി അനുകൂലമായി വന്നു കഴിയുമ്പോൾ രാജാവ് കട്ടളയിടും. ഇന്ന് പകൽ വിശ്വസിക്കാമോ നിങ്ങൾക്ക്? നിങ്ങൾ ഉപവസിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി വരുവാൻ പോകുക. தேவனுடைய கை உங்களுக்காக அனுகூலமாக வரப்போகிறது என்று நம்புறவங்கள் இந்த காலை வேளையிலே தேவனை மகிமைப்படுத்துங்கள். சொல்லுங்கள், என் தேவனுடைய கை எனக்கு அனுகூலமாக வரப்போகிறது. அதனால் யார் எனக்காக என்ன செய்யணுமோ அதை செய்துவிட தேவன் அவர்களுக்கு அவர்களோடு தேவன் பேசுவார், அவர்களோடு தேவன் இடப்படுவார் என்று நம்புறவங்கள் இன்னைக்கு சொல்லுங்கள், என் முன்பாக நிற்கிற பிரதிகூலங்கள், என் முன்பாக நிற்கிற தடைகளானவர்கள், அவர்களை தேவன் ரூபப்படுத்த போகிறார். ചില ആമൻ അനുകൂല വിധികൾ നിങ്ങൾക്കെതിരെ പുറപ്പെടുവാൻ പോകുക. ദൈവം ആമൻ ചിലരുടെ ഹൃദയങ്ങളിൽ തൊടുവാൻ പോകുക. അപ്പം കൃപ തോന്നണമേ, കൃപ തോന്നിപ്പിക്കണമേ എന്ന് അവൻ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ പ്രാർത്ഥിച്ചെങ്കിൽ 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം ആയപ്പോഴത്തേന് ദൈവം കൃപ തോന്നിപ്പിച്ചു. രാജാവ് അത് ചെയ്തു കൊടുത്തു. എന്നാൽ ഉപവസിക്കുന്നവർക്ക് ഇനിയും വേറെ ഒരു കാര്യം സംഭവിക്കും. അതൊരു വേള உங்களுக்கு பிடிக்காம போகிற ஒரு காரியம். அது என்னவென்று பார்க்கலாம். 2-வது அதிகாரம் அதனுடைய 10வது வசனம். 2வது அதிகாரம் 10வது வசனம். അവർക്ക് മികവും വ്യസനமாக ഇരുന്നത് എന്ന് പറഞ്ഞാൽ ഉപവസിക്കുന്നവന് ശത്രുക്കൾ ഉണ്ടാകും. അത് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. നമ്മളൊക്കെ ഓർക്കുന്നത് ഉപവസിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ ഞാൻ ഉപവസിക്കുമ്പോൾ എൻ്റെ ശത്രുവിനെ ഇല്ലാതാക്കണമേ, അവൻ്റെ തലയിൽ ഇടി വെട്ടണമേ, അവന് കെട്ടിടം ഇടിഞ്ഞു വീണ് അവൻ പോകണമേ എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഞാൻ പറയാം, ഉപവസിക്കുമ്പോൾ ശത്രുക്കൾ കൂടും.
എല്ലാവരും ഒന്ന് സ്വോത്രം പറഞ്ഞില്ല, കുറച്ച് പേര് സ്വോത്രം പറഞ്ഞു. ഓക്കെ. ഉപവസിക്കുമ്പോൾ ശത്രു ഉണ്ടാകും, ശത്രു എഴുന്നേൽക്കും, ശത്രു ആമേൻ നിങ്ങൾക്കെതിരെ വിരോധമായിട്ട് വരും. പക്ഷേ അതല്ല ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്. ഇനിയും അതിൻ്റെ താഴോട്ട് ഇവിടെ കർത്താവിൻ്റെ ദാസൻ സെൽവൻ പാസ്റ്റർ രാവിലെ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തപ്പോൾ പറഞ്ഞ വിഷയങ്ങളാണ് ഇന്ന് പകൽ ഞാൻ ഈ വചനത്തിൽ കൂടെ നിങ്ങൾക്ക് ഉറപ്പിച്ച് വചനത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ പോകുന്നത്. കർത്താവിൻ്റെ ദാസൻ അത് പറഞ്ഞു കഴിഞ്ഞു, എങ്കിലും ഞാനത് വചനത്തിൽ കൂടെ ഈ വേദഭാഗത്തിൽ കൂടെ ഒക്കെ ഞാൻ നിങ്ങളെ അതിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്. ശത്രു ഉണ്ടാകും, വൈരി എഴുന്നേൽക്കും, എതിർപ്പുകൾ വരും. കാരണം നിങ്ങൾ ദൈവത്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് എതിർപ്പുകൾ വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ കാര്യം, ശത്രു ഉണ്ടാകും, ഉപവസിക്കുന്നവർക്ക് ശത്രു ഉണ്ടാകും എന്നുള്ളത്. എന്നാൽ 12-ാം വാക്യം, 2-ാം അധ്യായം 12-ാം വാക്യം, അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഉപവസിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു നേട്ടം എന്താണെന്ന് ഞാൻ പറയാം. 12-ാം വാക്യം. எருசலேமுக்காக செய்ய வேண்டிய காரியத்தை என் தேவன் என் மனதிலே வைத்தது நான் யாருக்கும் அறிவிக்க இல்லை. அப்பம் உபவசிக்கிறவருக்கு தேவன் அவன் மனதிலே சில காரியங்களை சொல்லி கொடுக்குவார். நீ நாளைக்கு என்ன செய்ய வேண்டும் என்றதை, நீங்கள் என்ன செய்ய வேணும், எப்படி செய்ய வேணும் என்று சொல்லுகிறதை அதை தேவன் உங்கள் மனதிலே சொல்லி கொடுப்பார். அது வேற யாருக்கும் தெரியாது. உங்க வீட்டில் இருக்கிறவங்களுக்கு கூட தெரியக்கூடாமல் போகலாம். ஆனால் உங்கள் மனதிலே தேவன் சொல்லி கொடுப்பார். நாளைக்கு எப்படி, எப்பொழுது, என்ன காரியம் செய்ய வேணும் என்று தேவன் உங்களுக்கு சொல்லி கொடுப்பார். ஏதாவது விஷயத்தின் நடுவிலே கவலையோட நீங்கள் இதை எப்படி செய்ய வேண்டும் என்று நினைத்து உங்களுக்கு தெரியாமல் இருக்கிறீர்கள் என்றால் நீங்கள் உபவசித்து தேவனோடு கேளுங்கள். ஆண்டவரே சொல்லிக் கொடுங்கள், உமது சித்தம் என்னவென்று எனக்கு சொல்லிக் கொடுங்கள், நான் அதுபடி செய்கிறேன் என்று சொன்னால் நான் உறப்பாக கண்டிப்பாக சொல்லித் தருகிறேன். என்னுடைய வாழ்க்கையின் அனுபவத்தில் நான் சொல்லித் தருகிறேன். அப்படி ஜெபிக்கும் பொழுது ஆண்டவர் உங்களுக்கு உங்கள் மனதிலே அவர் சொல்லி தருவார் நீங்கள் என்ன செய்ய வேண்டும் என்று. அது நீங்கள் செய்யும் பொழுது அது வெற்றியாக மாறிவிடும். அது ஒரு நாளும் தோல்வியாக முடியாது, அது வெற்றியாகவே மாறிவிடும். ஆகையால் உபவசிக்கிறவங்கள் தேவ சத்தம் கேட்கிறதுக்கு உங்கள் காதுகள் திறந்திருக்க வேண்டும். வெளிப்பாடு புஸ்தகத்திலே இருந்து கர்த்தருடைய தாசர் இங்க காலையில வாசித்த வசனம் என்னது? செவியுள்ளவர்கள், காதுள்ளவர்கள் கேட்கட்டும் என்று கர்த்தருடைய தாசன் வசனத்தில் இருந்து வாசித்தார். காது இல்லாதவனுக்கு கேட்க முடியாது, காது உள்ளவனுக்கு தான் கேட்க முடியும். அப்புறம் ஏன் அதை சொல்லணும்? அதுதான் இங்க நான் சொல்லி வருகிறது. உபவசிக்கும் பொழுது கர்த்தர் உங்களோடு பேசுவார். அது உங்களுக்கு கேட்க முடியும். உங்களுக்கு அது எப்படி ஜெபத்திலே கர்த்தருடைய வார்த்தையை கேட்க முடியும் என்றதை கர்த்தர் அனுமதிச்சால் நாளைக்கு நான் அதை சொல்லிக் கொடுக்கிறேன். ஜெபத்திலே எப்படி கர்த்தருடைய சத்தத்தை கேட்கலாம் என்றதை நாளைக்கு நான் சொல்லித் தருகிறேன். ஆனால் இப்போ இவ்வளவு சொல்லி நான் அடுத்த பகுதிக்கு போக போகிறேன். கப்பம் உபவசித்தால் மனதிலே தேவன் உங்களுக்கு காரியங்களை சொல்லி തരുവാർ. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ഞാൻ പറയുന്ന മലയാളം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, കൈ ഉയർത്തണമെന്ന്. ഇപ്പം പക്ഷെ ഞാൻ തിരുത്തി ചോദിക്കുക, ഞാൻ പറയുന്ന തമിഴ് മനസ്സിലാകുന്നില്ലെങ്കിൽ കൈയൊന്ന് പൊക്കാമോ? രണ്ടും കൂടെ ചേർത്ത് ഇടയ്ക്കൊക്കെ ചേർത്ത് പറയാം. ഓക്കെ. അപ്പം ഉപവസിക്കുന്നവരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടും. മുമ്പേ നമ്മൾ കണ്ടത് ഉപവസിച്ച നെഹമ്യാവിന് വേണ്ടി രാജാവിൻ്റെ അടുക്കൽ ഇടപെട്ട ദൈവം, അതേ ദൈവം ഉപവസിക്കുന്ന നെഹമ്യാവിൻ്റെയും ഹൃദയത്തിൽ ഇടപെടും.
മറ്റുള്ളവരോട് മാത്രമല്ല നമ്മളോടും ഇടപെടുന്ന ദൈവമാ നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഉപവസിച്ച് 40ാമത്തെ ദിവസം ഉപവാസം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിന് മുൻപേ ഇതുവരെ നിങ്ങൾ ദൈവശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഉപവാസത്തിൻ്റെ 40ാം ദിവസം കഴിയുന്നതിന് മുൻപേ ദൈവശബ്ദം കേൾക്കാൻ വേണ്ടി കർത്താവിനോട് പറയണം, എന്നോടൊന്ന് സംസാരിക്കണമേ, ആണ്ടവരെ എന്നോട് പേസണമേ, എൻ ഉള്ളത്തിലെ ഞാൻ എന്നെ செய்ய வேண்டும் என்றது, என் கவலையின் நடுவிலே, என் பிரச்சனையுடைய நடுவிலே நான் எப்படி என்ன காரியம் செய்ய வேண்டும் என்றதை எனக்கு சொல்லித்தர வேண்டும் என்று சொல்லி நீங்கள் ஜெபித்தால் கட்டாயமாக ஆண்டவர் இந்த 40வது நாள் முடிகிறதுக்கு முன்பாக, ஜெபம் முடிகிறதுக்கு முன்பாக ஆண்டவர் உங்களோட உங்கள் உள்ளத்தில் இதுவரையும் பேசாமல் இருந்திருந்தால் ஆண்டவர் கட்டாயமாக பேசுவார் என்றதை சொல்லி தருகிறேன். അപ്പം ദൈവം ഉള്ളത്തിൽ നമ്മളോട് സംസാരിക്കും. நான் ஒரு காரியத்தை சொல்லுகிறேன், நாளைக்கு நான் அதை கொஞ்சம் கூட விளக்கமாக சொல்லி தருகிறேன். ஆண்டவரின் சத்தம் கேட்டால் അതുപോലെ இனிமையான சத்தம் வேற ஒண்ணுமே லோகத்திலே இல்லை. அவ்வளோ இனிமையான சத்தம் லோகத்திலே வேற ஒண்ணும் இல்லை. அது நீங்க எவ்வளோ பெரிய பிரச்சனையில இருந்தாலும், எவ்வளோ பெரிய கவலைக்கு நடுவில் இருந்தாலும், எவ்வளோ பெரிய துக்கத்தில் இருந்தாலும் அவர் சொல்லுகிற ஒரு வார்த்தை போதும். ரொம்ப வெளியே நாங்க இங்க செய்யற மாதிரி 1.5 மணிக்கு ஒரு 2 மணி நேரம் பிரசங்கம் ஒன்றும் ஆண்டவர் செய்ய வேண்டாம். அவர் ஒரே ஒரு வார்த்தை சொல்லிடுவார், அது கேட்டா போதும், உங்கள் பிரச்சனை அங்கேயே மாறிவிடும். அது கேட்கிறது எப்படி என்று நாம் தெரிய வேண்டும். அதை நான் ஆண்டவர் சித்தமானால் நாளைக்கு சொல்லித்தரேன். அப்படி சொல்லி போகட்டும். அடுத்தது 17வது வாக்கியம், 2ஆம் அத்தியாயம் അതിന്റെ 17வது வாக்கியம். അവിടെ നെഹമ്യാവ് തൻ്റെ കൂടെയുള്ളവരെയൊക്കെ വിളിച്ച് നെഹമ്യാവ് പറയുകയാണ്, അനന്തരം ഞാൻ അവരോട് യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുന്നതുമായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം, അത് തമിഴിൽ എങ്ങനെയാ, ഒന്നുകൂടെ ഒന്ന് വായിച്ച്. നാം ഇറുക്കിற തിരുമൈ, ചെറുമൈ, പക്ഷെ അനർത്ഥമെന്നാ മലയാളത്തിൽ. അതിന് തമിഴിൽ വേറെ വാക്കുണ്ടോ അവിടെ? അത് താഴ്ന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ചെറിയ അനുഭവം. പക്ഷെ ഇവിടെ മലയാളത്തിൽ അനർത്ഥമെന്നാ പറഞ്ഞിരിക്കുന്നത്. അനർത്ഥം എന്ന് പറഞ്ഞാൽ താഴ്മയല്ലല്ലോ, അപമാനമടയുന്നവர்களാണ്. ഓക്കെ. അപ്പം ഈ ഉപവസിക്കുന്നവർക്കുള്ള ഗുണം എന്താന്ന് ചോദിച്ചാൽ, അവർക്കുള്ള നേട്ടം എന്താന്ന് ചോദിച്ചാൽ, അവരിയ്ക്കുന്ന അവസ്ഥ ശരിക്കും അവർക്ക് കാണാൻ പറ്റും. ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. എൻ വാഴ്ക്കയിലെ ഏതാവത് കുറവ് എൻ വാഴ്ക്കയിലെ இருந்தால், ഇല്ല ഏതാവത് அதிகமாக என் வாழ்க்கையில இருந்தால், நான் இருக்கிறதுக்கும் மீதே இருக்கிற ஒரு അനുഭവം, അല്ലെങ്കിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുക. நான் இருக்க வேண்டிய நிலைமையில இருந்தும் நான் ஏதோ பெரியவன் என்று நினைக்கிற ஒரு அகங்காரம், അല്ലെങ്കിൽ എന്താ പ്രൗഡ് അല്ല, பெருமை, எனக்கு வரக்கூடியதிலும் விட பெரிய பெருமையிலே நான் இருந்தால். இப்போ நான் ஒரு சாதாரண லோக்கல் பாஸ்டராக இருக்கும் பொழுது நான் பெரிய இந்த FGPയുടെ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ആളിൻ്റെ സ്ഥാനം എന്തുവാ? തലമൈ പാസ്റ്റർ. അപ്പം ഞാനൊരു കൊച്ചു ചോട്ട പാസ്റ്ററായിട്ടിരിക്കുമ്പം ഞാൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഞാൻ ഇവിടുത്തെ തലമൈ പാസ്റ്ററെക്കാട്ടിലും വലിയ ആളാണെന്നൊക്കെ ഞാൻ കാണിച്ചാൽ അതെൻ്റെ ജീവിതത്തിലെ കുറവാണ്. ദൈവം നോക്കുമ്പോൾ അതെൻ്റെ ജീവിതത്തിലെ കുറവാണ്.
അത് എപ്പോഴാണ് എനിക്ക് കാണാൻ പറ്റുന്നതെന്നറിയാമോ? ഉപവസിക്കുമ്പോൾ. എൻ്റെ ജീവിതത്തിലെ കുറവ് ഉപവസിക്കുമ്പോൾ കാണാം. കാരണം ഈ പെരുമ നാളെ എന്നെ വീഴ്ചയിൽ കൊണ്ടുപോയി എത്തിക്കും. ഞാൻ അഹങ്കരിച്ചാൽ, ഞാൻ നിഗളിച്ചാൽ, മലയാളത്തിൽ കറക്റ്റ് വാക്ക് നിഗളം എന്ന, അതിൻ്റെ തമിഴ് എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, നിഗളം എന്ന് പറയും. ഞാൻ നിഗളിച്ചാൽ, ഉന്നത ഭാവം കാണിച്ചാൽ, അത് നാളെ ഞാൻ വീഴാനുള്ള കാരണമായിട്ട് മാറും. ആ വീഴ്ച എനിക്ക് അനർത്ഥമായിട്ട് മാറും. പക്ഷേ അത് ഞാൻ വീഴാതിരിക്കാൻ ഞാനത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഉപവാസത്തിലിരിക്കുമ്പോഴാണ്. അവിടെയാണ് അങ്കത്താൻ ആണ്ടവർ എന്നെ ശരിക്കും പണിയുന്നത്. അവിടെയാണ് ദൈവം എന്നെ പണിയുന്നത്. ഉപവാസത്തിൻ്റെ ഇടയിൽ ദൈവം നമ്മെ പണിയും. നമ്മുടെ തെറ്റുകൾ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ പാപങ്ങൾ, നമ്മുടെ എല്ലാ പോരായ്മകളും ദൈവം നമുക്ക് കാണിച്ചു തരുന്നത് കൂടുതലും ഉപവാസത്തിൻ്റെ നടുക്കാണ്. ദൈവശബ്ദം കേൾക്കും എന്നുള്ളത് സത്യമാണ്. ഉപവാസത്തിൻ്റെ ഇടയിൽ ദൈവശബ്ദം കേൾക്കും, സത്യമാണ്. പക്ഷേ അപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളും നമ്മൾ ഉപവാസത്തിൻ്റെ ഇടയിൽ കാണണം. ഇല്ലെങ്കിൽ നാളെ അത് അനർത്ഥത്തിന് കാരണമാകും. ஏன் தேவன் அதை எனக்கு காட்டி தருகிறார் என்றால், நாளைக்கு நான் விழக்கூடாது. வீழான் എന്താ நாளைக்கு நான் கீழே விழக்கூடாது. நான் நாளைக்கு கீழே வீணு போனால் அதனுடைய அவமானம் தேவனுக்கு தான் வருகிறது. இங்கே வந்து நான் உங்கள்கிட்ட 3 நாள் பிரசங்கம் பண்ணிட்டு நான் இங்கேருந்து நாளைக்கு ராத்திரி திரும்ப போகிற வழியில் திருவனந்தபுரத்தில் எத்துறதுக்கு முன்பாக நான் என் வாழ்க்கையிலே, என் ஆவிக்குரிய வாழ்க்கையிலே நான் விழுந்து விட்டால் அதனுடைய அவமானம் யாருக்கு? எனக்கா தேவனுக்கா? தேவனுக்கு தான். அதனால் தேவன் என்னையும் உங்களையும் நேசிக்கிறதுனால தான் இந்த மாதிரியுள்ள அனர்த்தங்கள் கீழே விழக்கூடிய ஆவிக்குரிய வாழ்க்கையிலே தோல்வி அடைகிற ஏதாவது விஷயம் என் வாழ்க்கையில இருந்தால் அதை உபவாசத்தின் நடுவிலே தேவன் காட்டி தருவார். அங்க நான் செய்ய வேண்டிய காரியம் அவர் எனக்கு அதை காட்டி தரும் பொழுது, ஆண்டவரே தப்பு செய்து விட்டேன், மன்னித்திடுங்கள் என்று சொல்லி ஜெபிக்க வேண்டும். இல்லை என்றால் நாளைக்கு நான் விழுந்துடுவேன். நான் விழக்கூடாது. நான் தேவ சமூகத்திலே செல்ல வேண்டியவன். அதனால் உபவாசத்தின் நடுவில் எனக்கு வருகிற அனர்த்தங்களை தெய்வம் காணிச்சு தரும். அது தெய்வம், அது ஏனென்றால் ஆண்டவர் உங்களை நேசிக்கிறதுனால தான் அவர் அதை காட்டி தருகிறது. ஆண்டவர் என்னை நேசிக்கிறதுனால தான் நான் உபவசிக்கும் பொழுது என் வாழ்க்கையின் குறைவுகளை, பாவங்களை அவர் எனக்கு காட்டி தருகிறது. அது தேவனுடைய தண்டனை என்று நினைக்க வேண்டாம். தேவனுடைய அன்பாக கண்டால் போதும். அது ஏற்றுக்கொள்ள வேண்டியது நம்ம கடமை. நாம் அதை ஏற்றுக்கொள்ள வேண்டும். ஓகே, അടുത്തത് 18-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. இங்க என்ன நடந்து விட்டது என்று சொன்னால், நெகமியாவு இந்த மதில் கட்டுறதுக்காக அவனுக்குள்ள தேவன் அந்த பாரத்தை கொடுத்து, அந்த கவலை தேவன் அவனுக்குள்ளே கொடுத்து, அவன் அதுக்காகத்தான் இப்போ இங்கே வந்திருக்கிறது. அவன் இருக்கிற இடத்துல, அவன் ராஜாவின் இடத்துல இருந்து ஓய்வை பெற்றுக்கொண்டு, லீவ் எடுத்துக்கொண்டு அவன் எருசலேமுக்கு வந்திருக்கிறான். எருசலேமில் வந்திருந்து அந்த மதில் இடிந்து கிடக்கிற அந்த மதிலை கட்டுகிறதுக்காக அவன் வந்தான். அங்கே வந்து அவன் ஆத்தியம் செய்தது என்னவென்றால், அதைத்தான் நம்ம வாசித்தது. அவன் என்ன செய்தான்? அவன் ராத்திரியிலே அவன் வேற யாருக்கிட்டையும் சொல்லாமல்
ஒரு சிலர்களை மாத்திரம் அவனோடு கூட சேர்த்து அவன் அந்த இடிந்து கிடக்கிற மதிலை பார்க்கறதுக்காக ராத்திரியிலே அவன் போனான். யாரும் அது தெரியல. ஆண்டவர் அவன் உள்ளத்திலே என்ன போட்டிருக்கிறார், ஆண்டவர் அவன் உள்ளத்திலே கொடுத்த பாரம் என்னவென்று அவன் யாருக்கிட்டையும் சொல்ல, அவன் கூட போனவர்கள் கூட அவர்கள்கிட்ட கூட அவன் சொல்லவில்லை. ஆனால் அவன் அந்த ராத்திரியிலே போய் அந்த மதிலை மொத்தம் சுற்றி பார்த்து அவன் வந்தான். வந்த பொழுது வந்து கழிஞ்சு அவன் இந்த மதிலை பணியிறதுக்காக அவன் அதுக்காக எல்லாவரையும் ஆயத்தப்படுத்தினான். இவன் இதை ஆயத்தப்படுத்தும் பொழுதுதான் சத்ருவாகிய சன்பலத்தும் தோபியாவும் இவனுக்கு விரோதமாக எழுந்து வந்தது. அவர்கள் எழுந்து வந்து அவங்கள் குறை வார்த்தைகள் சொன்னார்கள். இந்த மதில் இவன் இது பணியிறதுக்காக வந்திருக்கிறான், அப்படி இப்படி எல்லாம் சொல்லி அவங்க மனதை தளர்த்தி போடுகிற, നിരാശപ്പെടുത്തുന്ന, നിരാശയുടെ തമിഴെന്തോ, നിരാശപ്പെടുത്തുക, നമ്പിക്കയற்றവകളാക പോകുന്നത്, അത് വിശ്വാസമില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പക്ഷെ അതല്ല ഞാൻ ചോദിച്ച നിരാശ. ഏമാറ്റം എന്ന് പറഞ്ഞാൽ കളിപ്പിക്കുകയല്ലയോ, വ്യസനിപ്പിക്കുക, ഓക്കെ, എന്തോ ആകട്ടെ. അപ്പം നിരാശ ഉള്ളിലിടുക, അവരുടെ മനസ്സിനെ തളർത്തിക്കളയുക, അവരുടെ ധൈര്യം ഇല്ലാതാക്കുക, ബലം ഇല്ലാതാക്കുക. അവർ കുറെ വാക്കുകളൊക്കെ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെ മറ്റേതാ, ഞങ്ങൾ രാജാവിനോട് പറയും, ഞങ്ങൾ നിങ്ങളുടെ പണി നിർത്തും, ഇടിച്ചു കളയും, അതാ ഇതാന്നൊക്കെ പറഞ്ഞ് അവർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം ഇത് കേട്ടപ്പോൾ ഇവരെല്ലാം ആദ്യം അങ്ങ് ക്ഷീണിച്ചു പോയി. കൂടെ നിന്നവർ, வேலை செய்கிறதுக்காக கூட நின்றவர்கள் எல்லாம் அப்படியே சோர்ந்து போயிட்டாங்க, மனம் சோர்ந்து போயிட்டார்கள். அவங்க மனம் சோர்ந்து போன பொழுது நெஹெம்யாவு அவர்கள் கிட்ட சொன்ன வார்த்தையை தான் நாம் இப்பொழுது 18வது வசனத்திலே வாசித்தது. ஒரு தவணை கூட அந்த 18வது வசனத்தை வாசிக்கலாம். தேவனுடைய கரம் என்மேல் நன்மையாக இருக்கிறது. அப்ப இவர்களை எப்படி இவன் சொல்லி, என்ன வார்த்தையை சொல்லி இவர்களை இவன் பலப்படுத்துகிறான் என்று பாருங்கள். அவன் சொல்லுகிற வார்த்தை இதுதான், நான் வந்தது எனக்காக ஏதாவது செய்கிறதுக்காக நான் வந்ததில்லை, தேவன் என் உள்ளத்தில் இதை தந்தும் தேவனுடைய கை எனக்காக பலமாக நிற்கிறதை தெரிஞ்சு கொண்டு தான் நான் வந்திருக்கிறேன். ஆயதனால் இந்த வேலை நாம் செய்ய போகும் பொழுது தேவனுடைய கரம் நம்மோடு கூட இருக்கிறது என்று சொல்லி அவர்களுக்குள்ளே பலம் பகர்ந்து கொடுக்கிறான். அப்ப ഉപവസിக்கிறவனுக்குள்ள ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ക്ഷീണിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തും. மனம் சோர்ந்து போனவர்களுக்கு தைரியத்தை கொடுக்கிறவங்கள் தான் உபவசிக்கிறவங்கள். உபவாசிக்காதவர்கள் என்ன சொல்லுவாங்க, ஐயோ அது முடியாது, அவங்களுக்கு பெரிய பலம் உள்ளவர்கள், அவங்களுக்கு ஒத்திரி பணம் இருக்கு, அவங்களுக்கு ஒத்திரி சக்தி இருக்கு, அவங்கள நம்மளுக்கால் பெரியவங்கள், அவங்களுக்கு அப்படி செய்ய முடியும் இப்படி செய்ய முடியும், நம்ம அப்படியே நம்ம தோல்வி அடைஞ்சு விடுவோம், அப்படியெல்லாம் சொல்லி மனம் சோர்ந்து போகிற நிலையிலே ஆய்த்தீர்வார். ஆனால் உபவசிக்கிறவங்கள் அவங்களுக்கு தெரியும், அப்படி அல்ல, ஏனென்றால் தேவன் என்னோடு கூட இருக்கிறார். இந்த காலை வேளையிலே நான் சொல்லுகிறேன், யாராவது மனம் சோர்ந்து இருக்கிறவங்களை உங்களுக்கு தெரியும் என்றால், நீங்கள் உபவசிக்கிறவங்கள் என்றால் நீங்கள் அவர்களை போய் அவர்களோடு பலப்படுத்துகிற வார்த்தையை சொல்லுகிறதுக்கு தேவன் உங்களை பலப்படுத்துவார். മനസ്സ് ക്ഷീണിപ്പിക്കുന്ന വാർത്തയല്ല ആരോടും പറയേണ്ടത്. ഇനി എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും നമ്മൾ അവരോട് പറയണം, ഭാരപ്പെടണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. എത്ര നടക്കാത്ത കാര്യമാണെങ്കിലും നമ്മൾ അങ്ങനെ പറയാവൂ. അല്ലാതെ അയ്യോ ഒരു ചെറിയ രോഗം വന്നു, അല്ലെങ്കിൽ ഒരു ചെറിയ മുഴ കണ്ടു, അപ്പം മുഴ കണ്ടപ്പോഴത്തേന് ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളതറിഞ്ഞു, നമ്മൾ ഉടനെ അവരെ കാണാൻ ചെന്നു. അയ്യോ മുഴ, ഇത് ഭയങ്കര പ്രശ്നമായത്, இது பெரிய பிரச்சனை. எங்கள் பக்கத்து வீட்டில் இருக்கிற தோமாச்சனுக்கு இதே மாதிரி ஒன்று வந்தது, 6 மாதம்தான் அவர் உயிரோடு இருந்தது, அப்புறம் போயிட்டார்.
ഇത് പറയാനല്ല നമ്മളെ ദൈവം ഉപവാസത്തിൽ ഇരുത്തിയത്. ഇത് പറയാനല്ല. നമ്മൾ പറയണം, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല, ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല എന്ന് പറഞ്ഞവരെ ബലപ്പെടുത്തുവാനുള്ള കൃപയാണ് ഉപവസിക്കുന്നവരുടെ ഉള്ളിൽ ദൈവം തരുന്നത്. ഇന്ന് പകൽ നിങ്ങൾ ഉപവസിക്കുന്നത് വെറുതെ അല്ല. നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവം ബലം തരും. നിങ്ങൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായി തീരും. നിങ്ങൾ മറ്റുള്ളവരെ ശക്തീകരിക്കുന്നവരായി തീരും. അതിനാണ് നിങ്ങളെ ദൈവം ഉപവാസത്തിൽ കൊണ്ടുവന്ന് ഇരുത്തിയത്. ഇനി അടുത്തത് 20-ാമത്തെ വാക്യം. இது யார்கிட்ட இவன் சொல்லுகிறான் தெரியுமா? நெகேமியாவு அவன் சத்ருவோடு சொல்லுகிறது, நாங்கள் எழுந்து பணியுவோம், உங்களுக்கு இந்த காரியத்தில் யாதொரு பங்கும் இல்லை. யார்கிட்ட சொல்லுகிறான்? பலமான சத்ருவான சன்பலத்தும் தோபியாவும். அவர்களும் அதிகாரத்தில் இருக்கிறவங்க, ராஜாவு கொடுத்த அதிகாரத்தில் இருக்கிறவங்க தான் சன்பலத்தும் தோபியாவும். இவன் இருக்கிற மாதிரி தான் அவர்களும் அதிகாரம் உள்ளவர்கள் தான், ராஜாவின் அதிகாரம் உள்ளவர். ஆனால் அவர்களை பார்த்து தைரியமாக அவன் சொல்லுகிறான், நாங்கள் எழுந்து கெட்டுவோம், நாங்கள் எழுந்து கெட்டுவோம். எங்கள் தேவனுடைய கை எங்களோடு கூட இருக்கிறதுனால் எங்களுக்கு ஒரு கவலையும் இல்லை, எங்களுக்கு ஒரு பயமும் இல்லை, எங்களுக்கு நம்பிக்கையிலே ஒரு குறவும் இல்லை. தேவன் எங்கள் காரியங்களை நடத்தி தருவார் என்று எங்களுக்கு நல்ல நிச்சயம் இருக்கு என்று சத்ருவின் முகத்தை நோக்கி அவன் அப்படியே தைரியமாக சொல்லுகிறதுக்கு அவனுக்கு எங்க கிடைச்ச பலம் என்று கேட்டால் அது உபவாசத்தில் கிடைச்ச பலம். இந்த காலை வேளையிலே தெரிஞ்சு கொள்ள வேண்டும், நீங்கள் பயப்பட்டு சத்ருவை கண்டு பயப்பட்டு பின்மாறி போகவேண்டியவர் அல்ல. நீங்கள் தைரியத்தோட சத்ருவின் முகத்தை நோக்கி சொல்ல வேண்டும், என் தேவன் என்னோடு கூட இருக்கிறார். நீ எனக்கு விரோதமாய் என்னெல்லாம் செய்து விட்டாலும் அது ஒண்ணுமே எனக்கு கவலை இல்லை, அதன் மேல் எனக்கு பிரச்சனை இல்லை. ஏனென்றால் என் தேவன் என்னோடு கூட இருக்கிறார் என்று எனக்கு தெரியும். யோவானின் லேகனம் 1 யோகன்னான் 4வது அதிகாரத்தின் 4வது வசனத்தை வாசிக்கலாம். 4வது அதிகாரத்தின் 4வது வசனம். உலகத்தில் இருக்கிறவர்களும் உங்களில் இருக்கிறவர் பெரியவர். இன்னைக்கு காலையில எவ்வளவு பேருக்கு அந்த நம்பிக்கை இருக்கு? எவ்வளவு பேருக்கு அந்த விசுவாசம் இருக்கு? என் உள்ள இருக்கிறவர் லோகத்தில் இருக்கிறவர்களே கால் பெரியவன் என்று சொல்லுகிறவர்கள் இன்னைக்கு காலையில நம்பிக்கையோட சொல்ல வேண்டும், எனக்கு சத்ருவின் ஒரு ஆலோசனையும் எனக்கு பயம் இல்லை. எந்த மந்திரவாதம் வந்தாலும் என்ன ஆபிசாரம் வந்தாலும் ഇന്ന് പകൽ ധൈര്യത്തോടെ പറയുവാൻ കഴിയണം, എൻ്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിട്ടുണ്ടോ. சத்ருவை கண்டு பயந்து போகிறதுக்கு இல்லை உபவாசம் செய்கிறது. சத்ருவை நேருக்கு நேர் பார்த்து ധൈര്യமாக അവൻകിட்ட അവനെ സവാൽ ചെയ്യുகிறதுக்கு. വെല്ലുവിളിക്കുന്നതിന് തമിഴിൽ എന്താ പറയുന്നത്? സവാൽ ചെയ്യുക എന്നാണ്. அவனை பார்த்து சவால் செய்கிறதுக்கு தைரியம் உங்களுக்கு கிடைக்கும் உபவாசத்துல. இல்லாட்டினா பயந்து ஐயோ 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 சொல்லிட்டு அப்படியே கஷ்டம் சொல்லி போயிடுவீங்க. ஆனா உபவாசத்துல பலம் கிடைத்தால் அவன் என்ன சொன்னாலும் அவன் என்ன செய்தாலும் உங்களுக்குள்ள ஒரு தைரியம் இருக்கும், தேவன் என்னோட கூட இருக்கிறார், தேவனின் கரம் எனக்கு அனுகூலமாய் இருக்கிறது என்று சொல்லி தைரியமாக നിങ്ങൾക്ക് அதை നേരിட முடியும். ഇനി നോക്കാം 4-ാം അധ്യായം. ഞാൻ കുറച്ച് മുന്നോട്ടങ്ങ് പോവാം. 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം.
അപ്പം അങ്ങനെ ഞങ്ങൾ മതിൽ പണിത് വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. பாருங்கள், வேலையை தடை பண்ணுகிறதுக்காக பல விதத்தில் சத்ரு பலதும் செய்து பார்த்தான். நீங்க அந்த 3வது அதிகாரம் 4வது அதிகாரத்தின் முதல் பகுதியெல்லாம் வாசித்தால் உங்களுக்கு அது தெரியும். ஆனால் இதெல்லாம் இவங்கள் செய்யும் பொழுதும் நெகம்யாவுக்கு யாதொரு மாற்றமும் இல்லை. அவனுடைய தீர்மானத்துக்கு ஒரு சேஞ்சும் இல்லை, ஒரு மாற்றமும் இல்லை. அவன் உறுதியோட கூட நிற்கிறவங்களை உற்சாகப்படுத்தி உற்சாகம் செய்து அவர்களோடு செய்ய, நீங்க வேலை செய்யுங்க, தேவன் கூட இருக்கிறார், நீங்க கவலைப்பட வேண்டாம், நீங்க பயப்பட வேண்டாம் என்று சொல்லி அவர்களை உற்சாகப்படுத்தி அவர்கள் வேலை செய்து மதில் கட்டுகிறது பகுதி ஆய்விட்டது. சத்ருவுக்கு அந்த பணியை தடை பண்ண முடியாம போய்விட்டது. இந்த காலவேளையில் தெரிஞ்சு கொள்ளணும், நீங்கள் தேவனில் ஆசிரியம் வச்சுக்கொண்டு தேவனை விசுவசித்து கொண்டு நீங்கள் உபவாசத்தோட எடுக்கிற ஒரு தீர்மானத்திலே அதை எவ்வளவு பலத்தோட சத்ரு அதுக்கு விரோதமாய் வந்தாலும் அவனுக்கு அதை தடை பண்ண முடியாது. ஏனென்றால் தேவன் நிச்சயிச்ச காரியத்தை அவர் அதை பூர்த்தீകരിക്കുന്ന ദൈവമാണ്. എന്റെ ദൈവം തീരുമാനിച്ചെങ്കിൽ, എന്റെ ദൈവം ഒരു പണി ആരംഭിച്ചെങ്കിൽ എന്റെ ദൈവം അത് പൂർത്തീകരിക്കുന്ന ദൈവമാണ്. தேசத்தை சபை வளரணும் என்று தெய்வம் கண்டெങ്കിൽ, இந்த தேசத்திலே இந்த சபை வளர வேண்டும் என்று தேவன் கண்டிருக்கிறதுனால் நான் சொல்லுகிறேன், இந்த வேலையை தடை பண்ணுறதுக்கு ஒரு சத்ருவின் கரத்துக்கும் இதுக்கு விரோதமாக வர முடியாது. வந்தால் கூட அதை ஜெயிக்கிறதுக்கு ஆண்டவர் உங்களோடு கூட இருக்கிறார். ஆண்டவர் உங்களோடு கூட இருப்பார். ശത്രുവുക്ക് പണിയെ തടയ പെണ്ണ മുടിയാതെ. ഇതെല്ലാം ഞാൻ വേഗത്തിൽ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുക. വേദപുസ്തകത്തിൽ നിന്ന് വേറെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് കാണിച്ച് പറയാൻ പറ്റുമെങ്കിലും സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് പോവുക. ഓക്കെ, അടുത്തത് ഉപവസിക്കുന്നവനുണ്ടാകുന്ന ഗുണം എന്താണെന്ന് ചോദിച്ചാൽ 4-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഇനി വായിക്കാൻ പോകുന്നത്. ഉപവസിച്ചേച്ച് ഞാനും നിങ്ങളും പണി തുടങ്ങിക്കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, നാം என்ன செய்ய வேண்டும் என்றதை நாம் கவனிக்க வேண்டிய ஒரு காரியத்தை பற்றி தான் நாம் வாசிக்க போகிறது. 4வது அதிகாரத்தின் 9வது வசனம். அவர்கள் நிமித்தம் இரவும் பகலும் யாமம் காக்கிறவர்களை வைத்தோம். நாங்க என்ன செய்தோம்? முதல்ல தேவனோடு ஜெபம் செய்தோம். ஜெபம் செய்துட்டு அடுத்தது நாங்க என்ன செய்தோம்? இரவும் பகலும் ஒரு நேரம் கூட ஓய்வில்லாம ஷிஃப்ட் வச்சு இரவும் பகலும் இந்த வேலையை காக்கிறதுக்காக யாமம் காக்கிறவங்களை நாங்கள் ஆக்கி வைத்தோம். இந்த காலை வேளையில் தெரிஞ்சு கொள்ள வேண்டும், உபவசிக்கிறதுனால் நீங்கள் உபவாசம் முடிஞ்சு 40 நாள் தேவ சந்நிதியில் இருந்தோம், உபவசித்தோம், எல்லாம் சரிதான், நல்ல காரியம். உங்களை தொடுகிறதுக்கு சத்ரு வரவில்லை, அதெல்லாம் நல்ல காரியம். ஏனென்றால் தேவனுடைய ஒரு பிரத்யேக பாதுகாப்பில் நீங்கள் இருந்தீர்கள். இந்த உபவாசத்தினால் அபிஷேகத்தில் இருந்தீர்கள். ஆனால் 41வது ஒரு தினம் இருக்கு. 40 திவசம் முடிந்து 41வது தினம் இருக்கு. 41வது தினத்தில் இருந்து நீங்கள் இவ்வளவு நாளும் செய்ததை இடித்து போடுகிறதுக்காக சத்ரு அவன் முழு பலத்தோட உங்களுக்கு விரோதமாக வருவான். தெரிஞ்சு கொள்ள வேண்டும். இதெல்லாம் அந்த வசனத்தில் இருந்து நமக்கு நல்லா புரிகிற காரியம். ஆனால் நான் இப்படியே சொல்லி விடுகிறேன். உங்க வேலையை இவ்வளோ 40 நாளாக நீங்க கெட்டி 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 வந்த காரியங்கள், அது உங்க தனிப்பட்ட ஆவிக்குரிய வாழ்க்கையிலே இருக்கலாம், உங்க குடும்பத்தின் ஆவிக்குரிய வாழ்க்கையிலே ஆகலாம், உங்க சபையுடைய ஆவிக்குரிய வாழ்க்கையிலே ஆகலாம். என்னெல்லாமோ நீங்க கெட்டி கொண்டு வந்தீங்க. ஒருவேளை நீங்க உபவசிக்கிற ஆதியத்த நாளில் இருந்த பொழுது உங்களுக்கு அதிகமாக ஜெபிக்கிறதுக்குள்ள கிருபை இல்லை. ஆனால்
இவ்வளோ நாளாய் இருந்து இருந்து தேவ சந்நிதியில இருந்து கொஞ்சம் கொஞ்சமாக ஜெபத்தின் ஆவி உங்களுக்குள்ளே அதிகமாக கனமாக வந்து விட்டது. ஒருவேளை நீங்கள் வசனம் வாசிக்கிறவங்களாய் இருக்கலாம், ஆனால் வசனம் வாசிக்கிறதுல இருந்து உங்களுக்கு ஒண்ணுமே புரியாம போகலாம். ஆனால் இவ்வளோ நாளாக இருந்து மெதுவா மெதுவா தேவனுடைய ஆவி உங்களுக்கு கத்து கொடுக்க ஆரம்பித்து, இப்ப நீங்க என்ன வசனம் வாசித்தாலும் இங்க இருக்கிற பாஸ்டரை விட நல்லா பிரசங்கம் பண்றதுக்கு உங்களுக்கு தெரியும். அவ்வளோ அழகாக வசனம் கைகாரியம் செய்ய உங்களுக்கு ஒரு கிருபை லபிச்சது. அதெல்லாம் இந்த உபவாசத்தில் நடந்தது. 40 நாளாக இதெல்லாம் கெட்டி 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 நீங்க கொண்டு வந்தீங்க. ஆனா 41வது ஒரு நாள் இருக்கு, அங்கத்தான் ரொம்ப கவனிக்க வேண்டியது. அங்கத்தான் ரொம்ப கவனிக்க வேண்டியது. நீங்க நினைக்க கூடாது 40 நாள் தேவ சந்நிதியில சமூகத்தில் இருந்ததுனால இன்னும் குழப்பம் இல்லை, இன்னும் சத்ரு வராது என்று ஒன்றும், அதெல்லாம் தப்பான சிந்தை. 41வது நாள்ல தான் அவன் உங்ககிட்ட வருவான். நீங்க இயேசுவின் பரிசோதனையை நீங்க படிச்சால் മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലുണ്ട്. ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ പിശാച് യേശുവിൻ്റെ അടുക്കൽ വന്നു. ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ ഈ കല്ലപ്പമാക്ക്, മേളിൽ നിന്ന് എടുത്ത് ചാട്, എന്നെ കുമ്പിട്ടൊന്ന് നമസ്കരിക്ക്, എല്ലാം തരാം. ഇതെല്ലാം എപ്പോഴാ? ഉപവാസം മുടിഞ്ഞ ഉടനെ. 41ാമത്തെ നാളാണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. 41 എന്ന് പറഞ്ഞുകൊണ്ട് 42 നിങ്ങൾ കവലപ്പെടേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. 41 തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ ഒത്തിരി ജാഗ്രതയോടെ ഇരിക്കേണ്ട ദിവസങ്ങളാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പൊ ഇപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലയോ? ഇപ്പം ഞങ്ങൾ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലോ. ഇത് തന്നെ തുടരണം. ഇത് തന്നെ, ഈ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിങ്ങൾ മുൻപോട്ട് പോകണം. இந்த ஜபத்தின் ஆவியினால் நீங்கள் நடத்தப்பட வேண்டும். இன்னும் 42வது ദിവസം, 43வது ദിവസം, 365வது ദിവസം எல்லாம் இந்த ஜபத்தின் ஆவியினால் தான் நீங்கள் മുൻപോട്ട് போக வேண்டும். അപ്പം അവിടെ രാവും പകലും കാവൽക്കാരെ ഞങ്ങൾ ആക്കി വെച്ചു. രാവിലെ പകല് കാവൽക്കാരെയൊക്കെ വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷെ രാത്രിയിൽ എല്ലാവർക്കും തൂക്കം വരും. ആര് ചെയ്യും? രാത്രിയിൽ തൂങ്ങണ്ടായോ? ഷിഫ്റ്റ് എടുക്കണം. ഷിഫ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കണം. 24 hours, 24 മണിക്കൂർ ഷിഫ്റ്റ് എടുത്ത് പ്രാർത്ഥിക്കണം. അത് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ ശത്രുവിൻ്റെ നിങ്ങളുടെ പണിക്കെതിരെ, ദൈവത്തിൻ്റെ പണിക്കെതിരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പരാജയമടയുകയല്ല, നിങ്ങൾ ജയമടയുന്നവരായിട്ട് തീരും. ഞാനത് അങ്ങനെ പറഞ്ഞ് അവിടെ വിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനി 19ാം വാക്യം, 4ാം അധ്യായത്തിൻ്റെ 19ാം വാക്യം. வேலை பெரிதும் விஸ்தாரமாக இருக்கிறது. நாம் மதிலின் மேல் சிதறப்பட்டு ஒருவனுக்கு ஒருவன் தூரமாக இருக்கிறோம் இல்லையோ? ഒരുവനുക്ക് ഒരുവൻ ദൂരமாக ഇരിക്കുന്നു എന്ന് മതി നിൽക്കട്ടെ. അപ്പം അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപവസിച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മനസ്സിലാക്കണം. വേല അധികமாக ഇന്നും ഇരിക്കുന്നത് ഇവിടം കൊണ്ട് തീരുകയല്ല. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഇവിടെ ഇപ്പം ഇടദിവസത്തെ ഉപവാസത്തിന് ഇത്രയും പേരുണ്ടെങ്കിൽ ഞായറാഴ്ച ഈ ഹോള് ഫുള്ളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുള്ളാ അല്ലയോ? അപ്പം ഞായറാഴ്ച ഈ ഹോള് ഫുള്ളായതുകൊണ്ട് ഇനി ഇതിനകത്ത് ആൾ കയറി വന്നാൽ ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് വേല ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കല്ലേ. നമ്മൾ ഇത്രയും പേരുണ്ട്, നമുക്ക് ഇത്രയും പേര് മതി,
കാരണം ഇനിയും ആൾ വന്നാൽ ഇരുത്താൻ സ്ഥലമില്ല, പിന്നെ അല്ലേ അവരെ എല്ലാം കൂടെ സ്റ്റേജിൽ കയറ്റി ഇരുത്തേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭാരപ്പെട്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ. വേല ഇനിയും കിടപ്പുണ്ട്. இன்னும் வேலை இந்த தேசத்தில் இருக்கு. இன்னும் ஆத்துமாக்கள் இந்த சபையிலே வரும். தேவன் அதுக்காக உள்ள கெட்டுப்பணிதான் ഇപ്പോൾ செய்து கொண்டிருக்கிறது இந்த உபவாசத்தில். அதுக்குள்ள ஆரம்பம் தேவன் இந்த உபவாசத்தில் செய்து கொண்டிருக்கிறார். நான் ஆவியில் சபையோடு ஒரு தூதை சொல்லுகிறேன். இன்னும் ஆத்துமாக்கள் இந்த சபையிலே வரும். இன்னும் ஆத்துமாக்கள் இந்த சபையிலே வரும். இன்னும் ஆத்துமாக்கள் இந்த சபையிலே வரும். ஆனால் நீங்கள் ஒருவனோடு ஒருவன் அகலமாக இருக்கக்கூடாது. கையோடு கை சேர்த்து பிடிச்சு இந்த தேசத்தில் வேலை செய்கிறதுக்கு நீங்கள் தான் തുനിந்து മുൻപോട്ട് ഇറങ്ങ വേണ്ടിയത്. ഞാനൊരു കാര്യം പറയാം. അത് ഇന്നലെ വൈകിട്ടത്തെ പ്രസംഗത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, എങ്കിലും ഞാൻ പറയാം. ഇപ്പം പറയാം, ഇന്നലെ പറയാൻ പറ്റിയില്ല. കുലശേഖരത്ത് ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വന്ന് ഒരു 100 പ്രസംഗം പ്രസംഗിക്കുന്നതിനേക്കാളും ഇവിടെ പ്രയോജനം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിക്കുന്ന സാക്ഷ്യമാണ് ഇവിടെ പ്രയോജനം ചെയ്യുന്നത്. എൻ്റെ 100 പ്രസംഗത്തെക്കാൾ നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരായി വിശുദ്ധിയോടെ വേർപാടോടെ ദൈവത്തെ വിളിക്കുന്നവരായിട്ട് നിങ്ങൾ ഈ നാട്ടിൽ ജീവിച്ചാൽ നിങ്ങളിൽ കൂടെ ദൈവം ചെയ്യുന്ന ചില അത്ഭുതങ്ങൾ ഈ ദേശത്തൊരു സാക്ഷ്യമായി തീർന്നു കഴിയുമ്പോൾ അതുമതി ഇവിടെ ആത്മാക്കൾ വരാൻ. എൻ്റെ പ്രസംഗത്തെക്കാൾ വലുതാ. ഇന്നലെ ഞാൻ പറഞ്ഞു, ചിലപ്പോൾ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടി തരത്തില്ല. പക്ഷെ അതെന്തിനാ താമസിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചില ആത്മാക്കളെ കൊണ്ടുവരാൻ വേണ്ടിയാ. അത് ഞാൻ റാന്നിന്ന് ഇവിടെ വന്ന് എൻ്റെ സാക്ഷ്യം ഇവിടെ പറഞ്ഞതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരും അറിയത്തില്ല. ഇവിടുത്തെ ആൾക്കാരറിയുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നാറുന്ന ഒരു വിഷയം, പുഴുവരിച്ച ഒരു വിഷയം, അത് ജീവനോടെ പുറത്തു വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ളവർക്കാ നിങ്ങളെ അറിയാവുന്നത്. അവർ ചോദിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഇത് നാറ്റം വെച്ച കേസായിരുന്നു, ഇത് പുഴുവരിച്ച കേസാ, ഇത് ചീഞ്ഞ് തുടങ്ങിയ കേസാ, ഇതെങ്ങനെ ഇപ്പോൾ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഇവർ പ്രാർത്ഥിക്കുന്നവരാ. ഇവർ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും, ഇവർ പ്രാർത്ഥിച്ചാൽ വിടുതലുകൾ നടക്കും എന്ന് ഈ ചുറ്റുപാടുള്ളവർക്ക്, നിങ്ങളുടെ അയൽവാസികൾക്ക്, നിങ്ങളുടെ ദേശക്കാർക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടെ അത് മനസ്സിലായി കഴിയുമ്പോൾ എൻ്റെ പ്രസംഗത്തെക്കാൾ വലുത് നിങ്ങളുടെ സാക്ഷ്യമാണ്. അപ്പൊ ഇന്ന് പകൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ കൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൈയോട് കൈ കോർത്തു പിടിച്ച് ഈ ദേശത്ത് ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. വേല വിശാലമാ, ഇനിയും ആത്മാക്കൾ വരും. അപ്പം ഉപവസിക്കുന്നവർ ചെയ്യുന്ന അടുത്ത കാര്യമാണ് നമ്മൾ കണ്ടത്. അവർ ഒരുമിച്ച് നിൽക്കും, ഒത്തൊരുമയോടെ നിൽക്കും. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ഒത്തൊരുമയെ ഇടിച്ചു കളയുവാൻ ശത്രു പ്രവർത്തിക്കും. അവിടെയാണ് തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞ കാര്യം. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. രാവും പകലും നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ഒത്തൊരുമയെ ശത്രു ഇടിച്ചു കളയല്ലേ. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത്, ഞങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഞങ്ങളുടെ ആ തീക്ഷ്ണത, സാക്ഷ്യം പറയാനുള്ള, മറ്റുള്ളവരുടെ വീടുകൾ സന്ദർശിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവരോട് സുവിശേഷം പറയാനുള്ള ഞങ്ങളുടെ ആ തീ കെട്ടുപോകല്ലേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. എങ്കിലേ നിങ്ങൾക്ക് കൈയോട് കൈ കോർത്തു പിടിച്ച് ഒരുമിച്ച് ഈ ദേശത്തെ വിശാലമായ വേല തികച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ ചെയ്യുവാൻ ധൈര്യപ്പെടണം. അതിന് നിങ്ങൾ കൃപ പ്രാപിക്കണം. ഇനി വേറെയും കുറേ കാര്യങ്ങൾ കൂടെ പറയാനുണ്ട്. ഞാൻ പക്ഷേ മുമ്പേ പറഞ്ഞ വിഷയത്തിലേക്കൊന്ന് പോകുകയാണ്. ഇനിയുള്ള സമയം എന്നെ ഓർക്കണമേ എന്ന നെഹമ്യാവ് പറഞ്ഞ വിഷയങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നോക്കാം. ഒന്നാമതായിട്ട് നെഹമ്യാവ് എവിടെയാ അത് പറഞ്ഞ? 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നമുക്കൊന്ന് നോക്കാം.
4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. ഇങ്ങനെ ഉപവസിച്ച് ദൈവസന്നിധിയിൽ ബലം പ്രാപിച്ച ഒരു മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്, എന്നെ ഓർക്കണമേ. അല്ലെങ്കിൽ അതിന് തുല്യമായ വിഷയങ്ങൾ നെഹമ്യാവ് പറയുന്നത് നോക്കാം. 4-ാം അധ്യായം 5-ാം വാക്യം. അപ്പൊ അവിടെ പറയുന്നത്, പണിയുന്നവർ കേൾക്കെ അവർ നിന്നെ കോപിപ്പിച്ചിരിക്കയാൽ അവരുടെ അകൃത്യം മറക്കരുതേ. തമിഴിൽ അങ്ങനെയാണോ? അത് എങ്ങനെയാ? അത് മന്നിക്ക വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഓർത്ത് അതനുസരിച്ച് അവരോട് ഇടപെടണമെന്ന്. അപ്പൊ എന്തോ അവർ ചെയ്തത്? അവർ ചെയ്ത കാര്യമാണ് അവിടെ പറഞ്ഞത്. 4-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം 5-ാം വാക്യം. പണിയുന്നവർ കേൾക്കെ അവർ അങ്ങേ കോപിപ്പിച്ചിരിക്കയാൽ ആണ്ടവർക്ക് കോപം വരത്തക്ക നിലയിലെ சத்ருவானவர்கள் செய்ததை மறக்கக்கூடாது என்று தேவன் கிட்டே நெகமியாவை சொல்லுகிறான். மறக்கக்கூடாது. யாரு செய்தது? சத்ரு செய்து விட்டது. என்ன செய்தார்கள்? அவர்கள் தேவனுக்கு கோபம் வருகிற நிலை. അങ്ങനെ ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. അതങ്ങനെ തമിഴിൽ അങ്ങനെയാ പോയിരിക്കുന്നത്. ഓക്കെ, പോട്ടെ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ അങ്ങേ കോപിപ്പിച്ചു എന്നാണ് പറയാം. അവർ ദേവനുക്ക് കോപം വരുത്തി വിട്ടാർകൾ. നിങ്ങളെല്ലാവരും കൂടെ പറയുന്നതുകൊണ്ട് എനിക്കിത് കേൾക്കത്തില്ല. ഒന്നാമത് എനിക്ക് ചെവിക്ക് ഇച്ചിരി പ്രോബ്ലം ഉള്ളതാ. അതിൻ്റെ കൂടെ എല്ലാവരും കൂടെ അത് അല്ല, അത് മനമടയ പേസിനാറുകൾ എന്ന് പറയുന്നത് അതല്ല. ദേവനെ കോപിപ്പിത്തുന്ന അങ്ങനെയുണ്ടോ? ദേവനുക്ക് കോപം വരുക അങ്ങനെ ഒരു വാക്യം മലയാളത്തിൽ അതാ ഞാൻ വായിച്ചത്. നിങ്ങൾ ഓക്കെ, എനിവേ നിൽക്കട്ടെ. അപ്പൊ ഇവരെന്തായാലും ഈ ചെയ്തത് ദൈവത്തിന് വിരോധമായിട്ടാണ് ഈ ശത്രു ചെയ്തത്. അപ്പം നെഹമ്യാവ് ദൈവത്തോട് പറയുകയാ, അത് മറക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഓർക്കണമേ. ഞാൻ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ നിന്നുകൊണ്ട് ഈ ജനത്തെ കൂട്ടിച്ചേർത്ത് ഞാനിവിടെ ഈ വേല ചെയ്യുമ്പോൾ, കർത്താവിന് വേണ്ടി ഈ പട്ടണത്തിൻ്റെ മതിൽ ഞാൻ പണിയുമ്പോൾ, ശത്രു അതിന് വിരോധമായി ദൈവത്തെ കോപിപ്പിക്കുവാൻ വന്നത് മറക്കരുത് എന്ന് പറഞ്ഞാൽ അത് ഓർക്കണമേ എന്നാ പറഞ്ഞത്. അപ്പം ദൈവത്തിന് വിരോധമായിട്ട് ശത്രു എന്തു ചെയ്താലും അത് മറക്കരുത് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച ഒരുവൻ ദൈവത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴേ അത് പറയാൻ പറ്റത്തുള്ളൂ. ഒന്നുകൂടെ ഞാൻ തെളിച്ച് പറയാം. ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചേച്ച് ഞാൻ എൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ ഒരു വലിയ വീട് പണിത് വലിയ വില കൂടിയ ഒരു വണ്ടിയും വാങ്ങിച്ച് അതേലിങ്ങനെ നടക്കുമ്പോൾ, ഈ വലിയ വീടൊക്കെ പണിത് എൻ്റെ പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കാൻ ഞാൻ ഇങ്ങനെ താമസിക്കുമ്പം ശത്രു എനിക്കെതിരെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുമ്പോൾ, ദൈവമേ അത് ഓർക്കണമേ എന്ന് പറയുന്ന കാര്യമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെന്തുവാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, വണ്ടി ഇല്ലെങ്കിലും വലിയ വീടില്ലെങ്കിലും കിട്ടുന്ന സമയം അടുത്തുള്ള വീട്ടിൽ ചെന്ന് ഞാൻ അനുഭവിച്ച ദൈവത്തെക്കുറിച്ചൊരു 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഉടനെ അവരെന്നെ ചീത്ത വിളിച്ചാൽ അന്നേരം ദൈവത്തോട് പറയാം, ദൈവമേ അതൊന്ന് ഓർക്കണമേ. അതിൻ്റെ കാര്യമായി പറയുന്നത്. മനസ്സിലായോ അതിൻ്റെ വ്യത്യാസം? എനിക്കിങ്ങനെയൊക്കെ പറയാൻ പറ്റത്തുള്ളൂ, കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ല. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പറയാം. ചുരുക്കി പറഞ്ഞാൽ, கர்த்தாவின் வேலை தேவனுடைய ஊழியத்துக்காக ஆண்டவரின் சபையின் கெட்டுப்பணிக்காக உங்களுடைய ஆவிக்குரிய வாழ்க்கையின் உங்கள் குடும்பத்தின் ஆவிக்குரிய வாழ்க்கைக்காக நீங்கள் என்னெல்லாம் ஆண்டவரின் நிமித்தம் நீங்கள் செய்கிறீர்களோ அதுக்கு விரோதமாக சத்ரு எழுந்து வந்தால் உங்களுக்கு தேவன் கிட்ட சொல்லலாம், ஆண்டவரே என்னை நினைக்கணுமே.
ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവരുടെ തലയിൽ ഇടി വെട്ടട്ടെ എന്നും അവരുടെ വീട് താഴെ പോകട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കല്ലേ. പുതിയ നിയമത്തിൽ നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ വ്യവസ്ഥയില്ല. നമുക്ക് പ്രാർത്ഥിക്കാനുള്ള വ്യവസ്ഥ അതോർക്കണമേ എന്ന് പറയുമ്പോൾ, കർത്താവേ അങ്ങയുടെ സ്നേഹം അവരൊന്നറിയട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാതെ അവർക്ക് ദോഷം വരട്ടെ എന്ന് ഒരിക്കലും പ്രാർത്ഥിക്കല്ലേ. അവർ നിങ്ങളെ ചീത്ത വിളിച്ചു കാണും, അവർ നിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു കാണും. പക്ഷെ അന്നേരം പ്രതികാരം ചെയ്യാനല്ല, പറയണം കർത്താവേ ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവസ്നേഹം അതവരും ക്രൂശിലെ, കാൽവറി ക്രൂശിലെ ആ സ്നേഹം അവരും അറിയട്ടെ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പം ശത്രു ദൈവത്തെ കോപിപ്പിക്കുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് ഒന്നാമത്തെ വിഷയം അത്. ഇനി 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. 5-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. ഞാൻ இந்த ஜனத்துக்காக செய்த எல்லா காரியத்தையும் எனக்கு நன்மை உண்டாகும்படியாக நினைத்துக்கொள்ளும். என்ன இங்கே சொல்லுகிற காரியம் என்று சொன்னால், இவன் நெஹம்யாவு രാജാവിൻ്റെ ഒരു ജോലിക്കാരനായിട്ടാണ് ഇപ്പോൾ ഇവിടെ യെരുശലേമിൽ വന്നിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ഗവർണറെ പോലെ, യെരുശലേമിൻ്റെ ഒരു ഗവർണറായിട്ടാണ് നെഹമ്യാവിനെ ഇപ്പോൾ രാജാവ് ഇങ്ങോട്ട് അയച്ചത്. അപ്പം ഈ ഗവർണറായിട്ടിരിക്കുമ്പോൾ ഇവന് ജനത്തിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാം. അതിനുള്ള അധികാരം അവനുണ്ട്, അതിനുള്ള അവകാശം അവനുണ്ട്. നെഹമ്യാവിന് ഇവരുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാം. അവൻ്റെ ജീവിത ചെലവിന് വേണ്ടി, അവന് വേണ്ടതിന് വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷേ നിങ്ങൾ അധ്യായം പിന്നെ വായിച്ചു നോക്കിയാൽ മതി, നെഹമ്യാവ് ജനത്തിൻ്റെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചില്ല. കാരണം ഇവർ ഒന്നാമത് കഷ്ടതയിലിരിക്കുന്ന ജനമാണ്. ഇത്രയും നാളും ഈ മതിൽ പൊളിഞ്ഞു കിടന്നിട്ട് അതൊന്ന് പണിയാൻ പോലും ഇവരുടെ കയ്യിൽ കാശില്ല, അല്ലെങ്കിൽ ഇവർക്ക് അതിന് മനസ്സില്ല. അപ്പൊ ഇവരാകപ്പാടെ കഷ്ടതയിലിരിക്കുന്ന ജനമാണ്. നിങ്ങൾ ആ 1-ാം അധ്യായം വായിച്ചാൽ അറിയാം. 1-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാം. അതിന്റെ 2-3 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 1-ാം അധ്യായത്തിന്റെ 2. ആ ആ ആ ആ ആ ആ വിസാരിത്തേനാ ആ ആ ആ അവര് മഹാകഷ്ടത്തിലും നിന്നയിലുമാണെന്നാണ് നെഹമ്യാവിന് കിട്ടിയ വാർത്ത. അപ്പൊ ഇവരുടെ കയ്യിൽ നിന്ന് പിന്നെയും ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ദോഷമാണ്, ഇല്ലയോ? വലിയ ദോഷമാണ്. അതുകൊണ്ട് നെഹമ്യാവ് ഇവരുടെ കയ്യിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതാ, ന്യായമായിട്ട് കിട്ടേണ്ടതാ, അവരുടെ നിന്ന് വാങ്ങിക്കാം, അതിനൊരു തെറ്റുമില്ല. പക്ഷെ നെഹമ്യാവ് വാങ്ങിച്ചില്ല. എന്നിട്ട് നെഹമ്യാവ് പറയുക ദൈവത്തോട്, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തത് ഓർക്കണമേ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ന്യായമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ടതും നിങ്ങൾ ദൈവനാമത്തിനു വേണ്ടി വിട്ടുകൊടുത്താൽ നാളെ നിങ്ങൾക്ക് ദൈവത്തോട് ധൈര്യമായിട്ട് പറയാം, കർത്താവേ എന്നെ ഓർക്കണമേ, എനിക്ക് കിട്ടേണ്ടതാണ്, ഞാൻ വാങ്ങിച്ചില്ല, ഞാൻ വേണ്ട എന്ന് വെച്ചു. കാരണം എന്നേക്കാൾ കഷ്ടത്തിലാണ് അവരിയ്ക്കുന്നത്, അതുകൊണ്ട് ഞാൻ വേണ്ട എന്ന് വെച്ചു. അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ചില്ല, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല, എനിക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എന്തായാലും കർത്താവേ ഞാൻ അങ്ങനെ ചെയ്തത് എനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണമേ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ എന്തെങ്കിലും വിട്ടുകൊടുത്താൽ, കർത്താവ് പറഞ്ഞു, എന്നെ അനുഗമിക്കുന്നവൻ എൻ്റെ നിമിത്തം അപ്പനെയോ അമ്മയോ സഹോദരങ്ങളെയോ വീടോ എന്ത് വിട്ടാലും അവർക്ക് പ്രതിഫലമുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി നിങ്ങൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ടിയ ഓഹരി കിട്ടിയില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ടിയ വസ്തു അവർ തന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ടിയ വീട് അവർ തന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് കിട്ടേണ്ടിയ പണം അവർ തന്നില്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ പോകരുത്. വേണ്ടാന്ന് വെച്ചാൽ
കർത്താവ് നിമിത്തം, വിശ്വാസം നിമിത്തം നിങ്ങളത് വേണ്ടെന്ന് വെച്ചാൽ, ഞാൻ പറയാം, നാളെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ധൈര്യമായിട്ട് വന്ന് നിന്നിട്ട് പറയാം, കർത്താവേ ഓർക്കണമേ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തെ കാര്യം, 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ. 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ. പതിനാലാം വാക്യം കൂടെ. ഇവിടെ കുറച്ച് ദീർഘദർശികൾ ചെയ്ത ഒരു കാര്യമാണ്. നെഹമ്യാവിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ അവർ നോക്കി. നെഹമ്യാവിനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കാൻ അവർ നോക്കി. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം നെഹമ്യാവ് ചെയ്യാനായിട്ട് പ്രവാചകന്മാർ കള്ളപ്രവചനം പറഞ്ഞുകൊണ്ട് നെഹമ്യാവിൻ്റെ അടുത്ത്, നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ ചരിത്രം പിടികിട്ടും. എനിക്കിപ്പോൾ ഇനി അത് വിവരിക്കാൻ നേരമില്ല, സമയം പോയി. അടുത്ത 3 പ്രധാനപ്പെട്ട 3 ഇനി എനിക്ക് പറയാനുള്ളത്. അപ്പം അത് നെഹമ്യാവിനെ കൊണ്ട് ഇവർ പാപം ചെയ്യിപ്പിക്കാൻ നോക്കി. നെഹമ്യാവ് അത് തിരിച്ചറിഞ്ഞു. അവനത് ചെയ്താൽ അവന് ദൈവത്തിൻ്റെ ശിക്ഷ കിട്ടുമെന്ന് നെഹമ്യാവിന് അറിയാം. നെഹമ്യാവ് അത് ചെയ്തില്ല. അങ്ങനെ അവർ ചെയ്തത്, അവർ തന്നെ കൊണ്ട് ദ്രോഹം ചെയ്യിപ്പിക്കാൻ നോക്കിയത് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഞാനത് വിട്ട് 13-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെയാണ് ഇനിയും ബാക്കി 3 കാര്യങ്ങൾ കിടക്കുന്നത്. 13-ാം അധ്യായത്തിൽ 3 കാര്യങ്ങളുണ്ട്. നെഹമ്യാവ് പറയുകയാണ്, എന്നെ ഓർക്കണമേ എന്ന്. ഒന്നാമത്തെ കാര്യം 14-ാം വാക്യം. ഞാൻ എൻ ദേവനുടെ ആലയത്തുക്കാகவும் அதன் முறைமைகளுக்காகவும் செய்த நல்கிரியைகளை உழைத்து போடாமல் இந்த காரியத்தை என்னை நினைத்தருளும் എന്ന് പറയുകയാ. എൻ്റെ ദൈവമേ, ഇത് എനിക്കായി ഓർക്കണമേ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിനും അതിലെ ശുശ്രൂഷയ്ക്കും വേണ്ടി ചെയ്ത എൻ്റെ സൽപ്രവർത്തികളെ മായിച്ചു കളയരുതേ. ഓർക്കണേ, ദൈവസന്നിധിയിൽ വന്നിട്ട് പറയുക, ഓർക്കണമേ. എന്തുവാ? ആലയത്തിനു വേണ്ടി ചെയ്തത്, ശുശ്രൂഷകൾക്ക് വേണ്ടി ചെയ്തത്. ഞാൻ ഇന്ന് പകൽ പറയാം, ഇവിടെ വന്ന് ഈ ഒരു പായ് വിരിച്ചിടുന്ന ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, യോഗം കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് പോകുമ്പോൾ കസേരകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിടും, തട്ടിയിടും, എഴുന്നേറ്റ് നടന്നു പോകാനുള്ള സൗകര്യത്തിനൊക്കെ മാറ്റിയിടും. ആ കസേര അടുത്ത മീറ്റിങ്ങിന് മുൻപേ നിങ്ങൾ ഒഴുങ്കുപെടുത്തി ഇട്ടാൽ, ഇവിടെ വരുന്ന ദൈവദാസന്മാർക്ക് 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ കൊടുത്താൽ, അവർക്കുള്ള ആഹാരം നിങ്ങൾ കൊണ്ടുവന്ന് കൊടുത്താൽ, ദൈവനാമത്തിനു വേണ്ടി, ആലയത്തിനു വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും നിങ്ങൾ ചെയ്തത് മറക്കാത്തൊരു ദൈവം. നെഹമ്യാവ് അതാ പറയുന്നത്, ഞാൻ ആലയത്തിന്, നിങ്ങൾ ആ ഭാഗം, ആ 13-ാം അധ്യായം നിങ്ങൾ വായിക്കണം. 3 കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേത് ആലയത്തിന് വേണ്ടി ചെയ്തത്. അതെന്താണ് ആലയത്തിന് വേണ്ടി നെഹമ്യാവ് ചെയ്തത് എന്ന് നിങ്ങൾ അതിൻ്റെ മുൻപോട്ടുള്ള, അതിന് മുകളിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ മനസ്സിലായി. ഞാൻ ഇനിയും അവിടെ വിവരിച്ച് നിൽക്കുന്നില്ല. അത് ഓർക്കണമേ. അപ്പം ആലയത്തിന് വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും നിങ്ങൾ എന്ത് ചെയ്താലും അത് മറക്കാത്ത ഒരു ദൈവം. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ വായിക്കാം. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. ഇപ്പം വായിക്കേണ്ട. ദൈവനാമത്തിനു വേണ്ടി നിങ്ങൾ ചെയ്തത് മറക്കുവാൻ അനീതിയുള്ള ദൈവമല്ല നമ്മുടെ ദൈവം എന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 6:10. രണ്ടാമത്തെ കാര്യം, 13-ാം അധ്യായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ കാര്യം, അല്ലെങ്കിൽ ഓർക്കണമേ എന്ന് നെഹമ്യാവ് പറയുന്ന 5-ാമത്തെ കാര്യം, 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. 22-ാമത്തെ വാക്യം. இதை குறித்து நீர் என்னை நினைத்தருளி உங்களுடைய கிருபையின்படி ഇത് ഓർക്കണമേ. എന്തുവാ? ശബത്ത് ദിവസത്തെ വിശുദ്ധീകരിച്ചു, ആരാധന ദിവസത്തെ
ശുദ്ധീകരിച്ചു. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭാഗം വായിച്ചാൽ അറിയാം, ഇവര് ആരാധന ദിവസവും അവിടെ നടക്കണ്ടാത്ത കാര്യങ്ങളൊക്കെ നടന്നു, നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ നടന്നു. നെഹമ്യാവ് അതിനെയെല്ലാം തിരുത്തി. അവനൊരു പുരോഹിതനല്ല, ഓർക്കണം, നെഹമ്യാവ് ഒരു പുരോഹിതനോ പാസ്റ്ററോ പ്രവാചകനോ ഒന്നുമല്ല. അവൻ വെറും ഒരു ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജോലിക്കാരനാണ്. പക്ഷെ അവൻ ദൈവത്തിൻ്റെ ആലയത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ വിശുദ്ധ ദിവസത്തിനു വേണ്ടിയും ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടിയും ചെയ്ത 3 കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അതിലൊന്ന്, അവൻ ആലയത്തിനു വേണ്ടിയും ശുശ്രൂഷകൾക്ക് വേണ്ടിയും ചെയ്തത് ആദ്യം നമ്മൾ കണ്ടത്. രണ്ടാമത്, അവൻ വിശുദ്ധ ദിവസം ശുദ്ധീകരിച്ച് മാറ്റി വേർതിരിച്ചു. ശബത്ത് ദിവസത്തെ, ആരാധന ദിവസത്തെ അവൻ ആരാധനയ്ക്ക് യോഗ്യമാകുന്ന നിലയിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ അവൻ മടക്കിക്കൊണ്ടുവന്നു. ജനം അന്ന് പല കാര്യങ്ങളും ചെയ്തു. അവൻ വാതിലുകൾ അടച്ചു. പട്ടണത്തിലേക്ക് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാതെയും ഇരിക്കത്തക്കവണ്ണം അതിൻ്റെ വാതിലുകൾ അവൻ അടച്ചു. അവിടെ എന്തെല്ലാം കച്ചവടമായിരുന്നു നടന്നുകൊണ്ടിരുന്നെന്നറിയാമോ? അതെല്ലാം അവൻ വിലക്കി. ശബത്ത് ദിവസത്തെ അവൻ ശുദ്ധീകരിച്ചു. എന്നിട്ട് അവൻ പറയുക, ദൈവമേ ഇതോർക്കണമേ. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, വിശുദ്ധ ദിവസം ദൈവത്തെ ആരാധിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, നമ്മളൊക്കെ എല്ലാ ദിവസവും ആരാധിക്കേണ്ടിയവരാ ദൈവത്തെ, പക്ഷേ ഒരു ദിവസമെങ്കിലും, ഞായറാഴ്ച എന്ന ഒരു ദിവസമെങ്കിലും അതിൻ്റെ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ ആരാധിക്കാൻ ദൈവസന്നിധിയിൽ വന്നാൽ ദൈവം മറക്കത്തില്ല. ഓർക്കുന്ന ദൈവമാ. ആരാധന ദിവസം മറ്റു കാര്യങ്ങൾക്ക് നിങ്ങൾ വേർതിരിക്കരുത്. ആരാധന സമയം കല്യാണത്തിന് പോകാനും വീട് കയറി താമസത്തിന് പോകാനും ഒന്നും പോകരുത്. ആരാധന ദിവസത്തിൽ ആരാധനയ്ക്ക് വന്നിരിക്കണം. അത് ദൈവത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട ദിവസമാണ്. അതിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. അത് നിങ്ങൾ അങ്ങനെ സൂക്ഷിച്ചാൽ ഓർക്കണമേ എന്ന് ദൈവത്തോട് ധൈര്യത്തോടെ നിങ്ങൾക്ക് നാളെ പറയാൻ പറ്റും. നിങ്ങളുടെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഓർക്കണമേ എന്ന് പറയാം. 3-ാമത്തെ കാര്യം അടുത്ത 5 മിനിറ്റ് കൊണ്ട് അതുകൂടെ പറഞ്ഞ് നമ്മൾ നിർത്തുവാൻ പോകുകയാണ്. 3-ാമത്തെ കാര്യം അതിൻ്റെ 30-31 വാക്യങ്ങൾ നമ്മൾ വായിച്ച കുറിവാക്യത്തോട് ചേർന്നുള്ളതാണ്. 30-31 വാക്യങ്ങൾ. ആസാര്യர்களെയും ലേവ്യர்களെയും ശുദ്ധീകരിച്ച് அவர்களின் வேலையின் முறைகளில் நிறுத்தி ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ 3-ാമത്തെ കാര്യം, അവൻ ജനത്തെ ശുദ്ധീകരിച്ചു. ഒന്ന്, ആലയത്തുക്കാകയും ஊழியத்துக்காகவும் அவன் செய்த காரியம். 2, ஆண்டவரின் ஓய்வு நாளுக்காக அவன் செய்த காரியம், சபத்து நாளுக்காக அவன் செய்த காரியம். 3வது, இந்த ஆலயத்திலே வந்து இந்த சபத்து நாளிலே வர வேண்டிய, ஆராதனைக்கு வர வேண்டிய ஜனத்தை அவன் சுத்திகரித்தெടുத்தார். അവിടെ സംഭവിച്ച എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അവര് മറ്റുള്ള ജാതികളുമായിട്ട് ഇടകലരാൻ തുടങ്ങി. பக்கத்தில் இருக்கிற ஜாதிகளுமாக இடகலர்ந்து அவர்கள் திருமணங்கள் 2 பக்கமும் செய்து விட்டார்கள். திருமணம், அவங்களுடைய பொண்களை இவங்கள் எடுத்தார்கள், இவர்களுடைய ஆண்களை அவர்களுக்கு கொடுத்தார்கள். அப்படியெல்லாம் நடந்து கொஞ்சம் வருஷங்கள் பொறுத்த பிறகு என்ன நடந்து விட்டது என்று சொன்னால், யூத பாஷை தெரிகிற ஒரு பிள்ளை போலும் அவர்கள் நடுவிலே இல்லை. இவர்களெல்லாம் அந்த ஊரின் பாஷைகளை பேசி தொடங்கினார்கள். யூத பாஷையை மறந்துவிட்ட ஒரு கூட்டம் ஜனம். நெஹம்யாவுக்கு கோபம் வந்துவிட்டது அதை பார்த்து. தலைமுறைகள் தேவனின் பாஷையை மறந்துவிட்டு, யூத பாஷையை, சொந்தம் பாஷையை மறந்துவிட்டு அவர்கள் மற்றுள்ள பாஷைகளை ஏற்றெடுத்து அவங்கள் பேச ஆரம்பித்தார். அவனுக்கு கோபம் அவர்கள்
തലമുടി വലിച്ചു പറിച്ചെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത്ര ദേഷ്യം നെഹമ്യാവിന് വന്നു. തലമുടിയൊക്കെ വലിച്ചു പറിച്ച് അവനവരെ ശുദ്ധീകരിച്ചു, ജനത്തെ ശുദ്ധീകരിച്ചു. എന്നിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇതെനിക്ക് നന്മയ്ക്കായിട്ട് ഓർക്കണം. ഞാൻ എനിക്ക് വേണ്ടി ചെയ്തതല്ല. ഈ ജനം അങ്ങയുടെ ജനമാ. இந்த ஜனம் உமது ஜனம். இவர்களை உமது சந்நிதியிலே விசுத்தியோடு கொண்டு வருகிறதுக்காகத்தான் நான் இதை செய்தேன். அதை எனக்கு நினைத்து கொள்ள வேண்டும். കണ്ണുകളും പുസ്തകങ്ങളും ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഉപവസിക്കുന്നവന് ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ അക്കമിട്ട് പലതും ഇനിയും പറയാനുണ്ട് അതിനകത്തുനിന്ന്. പക്ഷേ ഞാനിവിടെ നിർത്തുകയാണ്. അങ്ങനെ ഉപവസിച്ച് ദൈവസന്നിധിയിൽ നിന്ന ഒരുവൻ ധൈര്യത്തോടെ ദൈവത്തോട് വന്ന് പറയുകയാ, എന്നെ ഓർക്കണമേ, എന്നെ ഓർക്കണമേ, ഞാൻ ചെയ്തത് ഓർക്കണമേ. അങ്ങയുടെ നാമത്തിനു വേണ്ടി, അങ്ങയുടെ ജനത്തിനു വേണ്ടി, അങ്ങയുടെ വിശുദ്ധ ദിവസത്തിനു വേണ്ടി, അങ്ങയുടെ ആലയത്തിനു വേണ്ടി ഞാൻ ചെയ്തത് ഓർക്കണമേ. ഇന്ന് പകൽ ഉപവസിക്കുന്ന നിങ്ങൾ വെറുതെയല്ല ഉപവസിക്കുന്നത്. உங்கள் உபவாசம் வீணாய் போகாது. தேவன் இதை கண்டு கொண்டிருக்கிறார். தேவன் இதை தெரிகிறார். அந்த உபவாசத்தின் மறுபடியாக, அதன் பலமாக வரும் நாள்களிலே தேவன் உங்களுக்காக பெரிய காரியங்கள் செய்ய போகிறார். உங்கள் சபைக்காக தேவன் பெரிய காரியங்களை செய்ய போகிறார். இன்னும் இங்கே ஆத்துமாக்கள் வரப்போகிறது. இங்கே வேலை இன்னும் நடக்க போகிறது. ഇങ്ങ ചില മതിൽ പണികൾ ഇനിയും നടക്കാൻ പോകുന്നു. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ വിളിച്ചു പറയുകയാ, ഇവിടെ ചില മതിലിന്റെ പണികൾ ഇനിയും നടക്കും. എന്താണ് കാര്യമെന്ന് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷേ ഒരു മതിലിന്റെ പണി ഇവിടെ നടക്കും. ഒരു മതിലിന്റെ പണി ഇവിടെ നടക്കും. ആ നിലയിൽ ദൈവം ചിലത് സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ്. ദൈവം ആമേൻ ജനത്തിന് വേണ്ടി ചെയ്യാൻ പോകുകയാ. ഇന്ന് പകൽ പറ, എന്റെ ദൈവത്തിന്റെ കൈ എന്നോടുകൂടെ അനുകൂലമായി ഇരിക്കുന്നത് കൊണ്ട് ശത്രു എനിക്കെതിരെ എത്ര ബലത്തോടെ വന്നാലും അവൻ ജയിക്കത്തില്ലെന്ന് പറയുവാൻ കഴിയുന്നവർ ആത്മാവിൽ ഇന്ന് പകൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. ഉപവാസത്തിൽ നേടിയെടുത്ത ബലം, ആമേൻ, ദൈവത്തോട് കൂടെ ഇരുന്ന് പ്രാപിച്ചെടുത്ത ബലം ഇന്ന് പകൽ ശത്രുവിന്റെ മുഖത്തു നോക്കി പറയുവാനുള്ള ധൈര്യമുണ്ടാകണം. ദുഷ്ടനെ, നിനക്ക് എന്നോടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഉനക്ക് എന്മേൽ ഒന്നുമേ செய்ய முடியாது. ஏனென்றால் என் தேவனின் கரம் என்னோடு கூட இருக்கிறது. ஆவியிலே ஜெபியுங்கள், ஆவியிலே ஆண்டவரோடு பேசுங்கள், அந்நிய பாஷையில் ஆண்டவரோடு பேசுங்கள். இந்த காலை வேளையிலே ஆண்டவரே, நான் உபவாசிக்கிறது வீணாய் போகாமல், ஆண்டவரே என் உபவாசத்தை, என் கண்ணுநீரை கண்டுகொண்டு, ஆமென், நீங்க ஆண்டவரே என்னை பார்க்கும் பொழுது என் உபவாசத்தை தெரிந்து கொண்டு ಶಲಬರಬಲವಲ ಹತ್ತಲ ರಗಜಲ ಗಟಗಲ ರಿಗದಲ ಜಲಮನ ವೈದಲ್ ಕಡೆ ರಗಜಲ ಗುಟ್ಟಲ್ ಕಡ ಸತ್ತಲ ವೈಡಂ ತಿರಿವಿ ನಿವೇದಲ್ ಕಡಗಜ ധോനി കടന്നുര വൈഷം അർത്ഥ രമ നമസ്സേ റിഗത്തല. ചില പണികൾ ശത്രു തകർക്കുവാൻ നോക്കുമ്പോൾ, ചില കുടുംബങ്ങളുടെ പണികൾ തകർക്കുവാൻ നോക്കുമ്പോൾ, ചില കുടുംബ ബന്ധങ്ങളെ ഉടയ്ക്കുവാൻ നോക്കുമ്പോൾ, ചില ആത്മബന്ധങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുമ്പോൾ, ഇന്ന് പകൽ പറ, ഇല്ല, നടക്കത്തില്ല. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. रोशे रेखे रियामा से खेले में खोरियांदा लबा का संथले में खेली बिके सेरिया मर्थने रब्ब से खो लबो तो रो शौडे ഏത് ശക്തി എതിരെ എഴുന്നേറ്റാലും, എത്ര പ്രബലപ്പെട്ട ശക്തി എതിരെ എഴുന്നേറ്റാലും, ആമേൻ, അത് അടുത്ത് കിടക്കുന്ന സൻബലത്തും തോബിയാവും ആകാം. അത് പക്കത്തിലെ ഇറുക്കിற സൻബലത്തും തോബിയാവും ആകലാം. ആണാലും കൂടെ അവர்களுக்கு ஒண்ணுமே செய்ய முடியாத நிலையிலே ஆண்டவரின் கரம்
വിശ്വസിക്ക. ഇടിഞ്ഞുപോയ ചില പണികൾ ദൈവം പണിയുകയാ ഇന്ന് പകൽ. ആമേൻ. ഇടിഞ്ഞു പോണ ചിലதை ஆண்டவர் இந்த காலை வேளையிலே உங்கள் வாழ்க்கையிலே கெட்டிப்போ ஆமென் உயர்த்துகிறார். ஆமென். ஆண்டவர் உங்களை உயர்த்த போகிறார். நீங்கள் ஆமென் நின்னா பாத்திரமாய் தீருவான் அல்ல, நீங்கள் அபமானமாய் தீருவான் அல்ல. ശരഖബനിയ മസെഖരിയന്തര റിഗദന റംശെഖരിയ സെതലിയ റന്തല കുടല. ശത്രു നിങ്ങളെ കണ്ടുകൊണ്ട് ഇതിനിയും പണിയത്തില്ല, ഇതിനിയും ഉയരത്തില്ല, ഇതിനിയും ഇവിടെ പൊങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പരിഹസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ പറ, ഇനിയും കൊള്ളയടിക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ മതിൽ കെട്ടുകയാ. പ്രാർത്ഥനയുടെ മതിൽ കെട്ടട്ടെ, പ്രാർത്ഥനയുടെ മതിൽ കെട്ടട്ടെ, ആരാധനയുടെ മതിൽ കെട്ടട്ടെ, ആരാധനയുടെ മതിൽ ഉയരട്ടെ. ആരാധനയുടെ മതിൽ ഉയരട്ടെ, ആരാധനയുടെ മതിൽ ഉയരട്ടെ, ആരാധനയുടെ മതിൽ ഉയരട്ടെ. ആത്മാവിൽ ആരാധിച്ചോ, ആത്മാവിൽ ആരാധിച്ചോ. ഇന്ന് പകൽ ദൈവം ചിലത് പണിയുകയാ. ഈ ആരാധനയുടെ നടുവിൽ, ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവം ചിലത് പണിയുകയാ.